രാജ്യത്ത് അനവധി നേതാക്കൾ കൊല്ലപ്പെടും, രാജാക്കൾ, പ്രഭുക്കൾ ഇറാന്റെ കൊല്ലപ്പെടും. ഇതെല്ലാം നടക്കുമെന്ന് ഇറാനെ ചൂടുമെന്ന്. ഇറാന്റെ ആണവ പ്ലാന്റുകൾ മുഴുവൻ തകരും. അമേരിക്കയുടെ ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകളായി ഇറാനെ തകർത്തത്. വരാത്തൊരു വാർത്തയുണ്ട്, ഇറാനി അടിപേടിച്ച് അടുത്ത രാജ്യമായിട്ട് ഇറാഖിലോടി. അവർ പ്രാണന് വേണ്ടി നിലവിളിക്കും. ഇറാൻ ഇസ്രയേൽ അമേരിക്ക സംഘർഷം, അതിന്റെ രണ്ടാം ഭാഗമായിരിക്കും ഈ രാത്രി നാം ചിന്തിക്കുന്നത്. വാക്യങ്ങളെല്ലാം വായിച്ച് സഹായിക്കും. ഇന്നലെ ആരംഭിച്ചത് മത്തായി സുവിശേഷം 24-ാം അധികാരം 6-7 വചനങ്ങളെ ഇന്നലെ രാത്രി വായിച്ചു. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. ഇത് ലോകാവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം. കോവിഡിന് ശേഷം റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം നിങ്ങൾ കണ്ടു, ഉക്രൈനെ ആക്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ 4 കൊല്ലമായി ഈ ആക്രമണം നടക്കുന്നു. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായി തകരുന്ന റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ഇന്നലെ റഷ്യ ഉക്രൈൻ എല്ലാം നല്ല വ്യക്തമായി നിങ്ങൾക്ക് ഉടൻ ആ ചെയ്തിയെ കൊടുത്തിരിക്കുന്നത്. ഇന്നലെ വരാത്തവർക്ക് ആ ഓൺലൈനിൽ കൂടി പാസ്റ്ററിന്റെ ലിങ്ക് ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ എസക്കേൽ ദീർഘദർശിൻ കടിതം 39 അധികാരം വചനം 1-2 വാസിക്കരുത്. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പറയേണ്ടത്, രോഷ്, മേശക്, ടൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6-1 ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവ്വതനിരകളിൽ വരുത്തും. അതാ ഇസ്രയേലുമായി അന്തിമ ദിനത്തിൽ നടക്കുന്ന യുദ്ധം. അപ്പോൾ ഈ ഗോഗ് ആരാണെന്ന് ഇന്നലെ രാത്രി നോഹയുടെ തലമുറകളെ വരച്ചു കാട്ടി. മുതലധികാരം അഥവാ ഉൽപ്പത്തി 10:2 യാഫേത്തിന്റെ പുത്രന്മാർ ഗോമേർ, മാഗോഗ്, മാദായി, തൂബാൽ. അങ്ങനെയെങ്കിൽ മാഗോഗ് രാജ്യങ്ങൾ 3 1 കൊറിയ, 2 റഷ്യ, 3 ചൈന. അതുകൊണ്ട് ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അവർ മിണ്ടാതിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റഷ്യ എന്തിനു വേണ്ടി ഇസ്രയേലിനെ ആക്രമിക്കും? അതിനോടൊപ്പം റഷ്യയുടെ ഒരു കൂട്ടം ഇരിക്കുന്നത്. തമിഴ് ബൈബിൾ എസക്കേൽ ദീർഘദർശിൻ കടിതം 38 അധികാരം വചനത്തെ വാസിക്കരുത്. 5, 6, 7 നിന്നോടുകൂടെ പാർസികൾ, അതാ അഫ്ഗാൻ, ഇറാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂശ്യരും പൂത്യരും, അതാ ഇന്നലെ രാത്രി എത്യോപ്യ രാജ്യം, ലിബിയ രാജ്യം. കൂടെ വീണ്ടും വരുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒരുവൻ പുറത്തു വരും. അത് മിക്കവാറും ജർമ്മനി ആയിരിക്കും, അതായത് ഗോമേർ. അത് കഴിഞ്ഞതിന് ശേഷം വടക്കേ അറ്റത്തുള്ള തോക്കർമാഗ്രഹം. തോക്കർമാഗ്രഹം ഇന്നത്തെ അറബ് ലീഗിന്റെ ലീഡർ തുർക്കിയുടെ തൊയ്ബ് എർദോഗൻ. ഇവരെല്ലാം റഷ്യയുമായി കൈകൊടുത്ത് ഇസ്രയേലിനെതിരെ നേരും. എന്തിനു വേണ്ടി? റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ഇതൊരു ജാതി ആക്രമണമല്ല. ഇന്നലെ രാത്രി ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു, ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇസ്രയേലിന്റെ ഡിസ്ട്രിക്റ്റ് ഡിമോണയുടെ ഭൂമിക്കടിയിൽ. 2 ധാതുലവണം ഇരിക്കുന്നത്. ലോത്ത് കാലത്ത് ചാവുകടലിൽ തീ ഇറങ്ങിയ കടലിൽ യുറേനിയം, പ്ലൂട്ടോണിയം, പ്രൊട്ടറ്റീനിയം, മഗ്നീഷ്യം. അത് കഴിഞ്ഞതിന് ശേഷം നല്ല ക്രൂഡ് ഓയിൽ കിട്ടുന്നത് സൗദിയിലല്ല, കുവൈറ്റിലല്ല, ഇറാനിലല്ല, ഒരുപക്ഷെ വെനസ്വേലയിലല്ല, ഇസ്രായേലിൽ യാഫയിൽ 2 എണ്ണക്കിണർ മാത്രം ഓപ്പൺ ചെയ്തു. അതിന്റെ പേര് ലവ്യാദാൻ, താമാർ. ഇനി ഇസ്രയേലിന്റെ എണ്ണക്കിണർ ഒരുപാട് കിടപ്പ്. ആവർത്തന പുസ്തകം ഇന്നലെ 33-24 അധികാരം 31 വചനത്തെ വാസിക്കരുത് 24. ഇന്നലെ ആന്റി നമുക്ക് വായിച്ചു കേൾപ്പിച്ചു. ആശേറിനെ കുറിച്ചുള്ള പ്രവചനം, അഥവാ അപ്പൻ മക്കളെ അനുഗ്രഹിക്കുന്നു. പുത്രസമ്പത്തിൽ ആശേർ അനുഗ്രഹിക്കപ്പെട്ടവൻ, അവന്റെ കാൽ എണ്ണയിൽ മുങ്ങട്ടെ. ഇത്രയും കാര്യങ്ങൾ ലോകത്തിൽ നടക്കുമ്പോഴാ ഗാസയിൽ നിന്ന് ഇസ്രയേലിന് നേരെ ആക്രമണം. ഇന്നലെ നാം ചിന്തിച്ചു. ആമോസ് ദീർഘദർശിൻ കടിതം അധികാരം 2 വചനത്തെ വാസിക്കരുത് 5. ഞാൻ യഹൂദാവിൽ ഒരു തീയെ അയക്കത്, യെരൂശലേമിന്റെ അരമനകളെ കത്തിച്ചു കളയും. ആ ഭാഗമായിരിക്കും ഈ രാത്രി മുതൽ ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഏകദേശം അനവധി രാജ്യങ്ങളെ ഇന്ന് ഇറാൻ ആക്രമിക്കുന്നു. ഗൾഫിലെ മുഴുവൻ രാജ്യങ്ങളെയും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്ക ഗൾഫ് മേഖലയിൽ ഒറ്റപ്പെടുന്ന ഒരു കാലം വരാറായി. അതിനാസ്പദമായി അവസാനമായി ഇന്നലെ ചിന്തിച്ചു. എസക്കേൽ ദീർഘദർശിൻ കടിതം അധികാരം 38 വചനത്തെ വാസിക്കരുത് 7-8. നീ അവർക്ക് മേധാവിയായി തീരും. റഷ്യ അറബ് രാജ്യങ്ങളുടെ മേധാവിയായി റഷ്യ മാറും. അതിനുശേഷം അനേക നാളുകൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. അതൊക്കെ താൻ നാളെ 3-ാം ലോക മഹായുദ്ധം വരത്തില്ല.
bilateral the fact effect of now going ഇസ്രയേൽ, ഇറാൻ ആൻഡ് അമേരിക്ക. ഇത് വരുന്നത് റഷ്യയുടെ കൈകളിലേക്ക്. റഷ്യ വന്ന് അവർക്ക് മുതലമച്ചർ അല്ലെങ്കിൽ മേധാവിയായിരിക്കും. അവർ മേധാവിയായ പിറ്റേന്ന് യുദ്ധമില്ല. We are saying at English interpretation latter days, Tamil Bible, അനേക നാൾക്കൾ അഥവാ ഇനി കാലം ഇരിക്കുന്നത് ഏറിയ നാൾ കഴിഞ്ഞ് സന്ദർശിക്കപ്പെടും. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വാളിനൊഴിഞ്ഞു പോയതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു നാട്ടുക്കുള്ള നീ കാലത്തിന്റെ അന്ത്യത്തിൽ വരും. ഏത് നാട്? പാലും തേനും ഒഴുകുന്ന പല ജാതികളിൽ നിന്ന് കടന്നു വന്ന ഒരു ദേശം. ആ ദേശം താൻ ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി ബൈബിൾ പ്രവചനം നിവർത്തിയാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്നലെ മത്തായി സുവിശേഷം നമ്മൾ അവസാനിച്ചു. മത്തായി 7:7 ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് കൺമലൈ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യൻ അവൻ ബുദ്ധിയുള്ള മനുഷ്യൻ. പെരുങ്കാറ്റ് വന്നു, കൊടുങ്കാറ്റ് വന്നു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു പോയില്ല. ദൈവസഭ വീഴാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. ഞാൻ എന്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ദൈവസഭയെ ചേർക്കാൻ കാന്തൻ വരും. இந்த நாட்களிலே 50 நாட்கள் இந்த நல்செய்தி கூட்டங்களுக்கு பக்க குடிபிள்ள ഈ സ്ഥലമെല്ലാം കേട്ടിരിക്കുന്ന അനേകം പേർ അവർ പാറ വീടല്ല, അവർ താൻ മണലിന്മേൽ വീട് പണിയും. ഉപദേശമില്ലാതെ, രക്ഷയില്ലാതെ, മാനസാന്തരമില്ലാതെ മണലിന്മേൽ വീട് പണിയും. ആ വീട് കാറ്റടിച്ചു, പെരുങ്കാറ്റും കൊടുങ്കാറ്റും വന്നു, അത് വീണുപോയി. അതിന്റെ വീഴ്ച വലുതായിരുന്നു. അതൊക്കെ താൻ ബൈബിൾ ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞുവെങ്കിൽ ഇന്നത്തെ ആകാശവും ഭൂമിയെല്ലാം തീരാറായി. അതിനു മുമ്പ് ദൈവസഭയെ ചേർക്കുവാൻ കാന്തൻ മടങ്ങി വരുമെന്ന് ഇന്നലെ രാത്രി ഒരു ദിനം കൂടി കൃപാസന ജപാലയത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഇന്ന് രാത്രി പറയുന്നു. കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങൾ. ഒരു ഘടികാരത്തിൽ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളക്കത്തുള്ള കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ മക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കൃപാസന ദൈവസഭയെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവർക്കും വിശുദ്ധ ബൈബിൾ തുറക്കാം. இந்த பைபிளுக்குள்ளே அருமையான ஒரு பிரவചനത്തെ ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. നാം പോകുന്നത് ലോക രാജ്യങ്ങളിൽ മുഴുവൻ ഇപ്പോൾ നടക്കുന്ന സംഭവം ആധാരമായി സെക്കറിയാ ദീർഘദർശിயின் கடிதம் அதிகாரம் 12 வசனத்தை வாசிக்கிறது 1, 2, 3. സെക്കറിയാ ദീർഘദർശി அதிகாரம் 12 1, 2, 3. மைக்கு கூட ஆண்டி வாய்ச்சாற்றை இஸ்ரவேலை குறித்து கர்த்தர் சொன்ன வார்த்தையின் பாரம். ആന്റി വളരെ സമാധാനത്തെ നമുക്ക് എല്ലാവരും കേൾക്കണം. ഒന്നാമത്തെ കാര്യം, ഞാൻ സ്പീഡാ, ആന്റി കൂടെ സ്പീഡായ മനസ്സിലാകത്തില്ല. സ്വതന്ത്രം அதுக்கு நமக்கு பெரிய சூப்பர் ஃபாஸ்ட் போகுന്ന மாதிரி போகாது, நம்ம லோக்கல் பஸ் போகுന്ന மாதிரி போகா. அதுக்கு தான் ചെറുതായിട്ട് സെക്കറിയാ ദീർഘദർശി 12 அதிகாரம் 1, 2, 3 വസനം. വായിച്ചാട്ടെ. ഇസ്രായേലിനെ കുറിച്ച് കർത്താവ് சொன்ன വാർത്ത. അടുത്തത്, വാനങ്ങളെ വിരിത്ത് ഭൂമിയെ അസ്തിവാരപ്പെടുത്തി മനുഷ്യനുடைய ആവിയെ അവനുക്കുൾ ഉണ്ടാக்குற കർത്തർ சொல்லுகிறது என்னவென்றால், പരിശുദ്ധാത്മാവിനെ മനുഷ്യന്റെ അകത്ത് വെച്ച സർവശക്തനായ കർത്താവ് ചൊല്ലുന്നത് വായിക്കാം. இதோ சுற்றிலும் இருக்கிற எல்லா ஜனங்களுக்கும், ഇതാ ചുറ്റിലും ഇരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും நான் எருசலேமை தத்தளிப்பின் பாத்திரமாக்குகிறேன். തമിഴ് ബൈബിൾ വളരെ ക്ലിയറാ. മലയാളം ബൈബിൾ യെരുശലേം ഒരു പരിഭ്രമ പാത്രം, തമിഴ് ബൈബിൾ ഉണ്മயான ബൈബിൾ ഒരു തത്തളിപ്പിൻ പാത്രം, പരിഭ്രമ പാത്രമായി യെരുശലേം മാറും. അടുത്തത്, യെരുശലേമുക്ക് വിരോധമായി പോടപ്പെടും, യെരുശലേമിന് വിരോധമായി ഒരു കൂട്ടം എഴുന്നേറ്റ് വരും. ഇന്ന് രാത്രി അതാ നാം ചിന്തിക്കാൻ പോകുന്നത്. അടുത്തത്, മുറ്റുകയിലെ യൂദാവും അപ്പടിയേ ആകും. യഹൂദ രാഷ്ട്രം മുഴുവൻ നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. അതുക്ക് മേലെ അന്നാളിൽ ഞാൻ യെരുശലേമേ സകല ജനങ്ങൾക്ക് ഭാരமான കല്ലാക്കുവേൻ. ഇതാണ് അന്തിമ യുദ്ധം. യെരുശലേമിനെ ഒരു ഭാരമുള്ള കല്ലാകും. അറബ് ലീഗും റഷ്യയും ഈ ഭാരമുള്ള കല്ലിനെ തേടി പോകുന്ന ഒരു കാലം വരാറായി. അടുത്ത വാക്ക്, അത് ചുമക്കുന്ന ഏവരും കഠിനമായി മുറിവേൽക്കപ്പെടും. അടുത്ത വാക്യം കൂടാ. യഹൂദനല്ലാത്തവരെല്ലാം ഇസ്രായേലിനെതിരെ ചെല്ലും. ജാതികളെല്ലാവരും അതற்கு വിരോധമായി കൂടി വരും. 5 കാര്യങ്ങൾ ഇന്ന് നാളെയും നമ്മ ചെയ്തി കൂട്ടങ്ങൾ. നമ്പർ 1,
ജെറുസലേം. 2 പരിഭ്രമ പാത്രം, തത്തളിപ്പിൻ പാത്രം. 3 ഭാരമുള്ള ഒരു കല്ലായിരിക്കും. 4 ഉലകത്തിലെ ജാതികൾ മുഴുവൻ അവർക്ക് വിരോധമായി എഴുന്നേറ്റ് വരും. 5 ഇത് തൊടുന്ന സകലരും മുറിവേൽക്കപ്പെടും. അതിനു മുമ്പ് നമ്മുടെ മസിഹ വരും. அதுக்கு தான் இந்த நாள்களில் பேசுகிறது உலகத்தின் முடிவும் இந்த நாட்கள் நடക്കുന്ന കടസിക്കാല ചെയ്തികളും. ബൈബിളിനകത്ത് 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, പുതിയ നിയമ ഗ്രന്ഥങ്ങൾ 27 ഗ്രന്ഥങ്ങൾ, 66 ഗ്രന്ഥങ്ങളാ ബൈബിളിനകത്ത്. 31,173 വാക്യങ്ങൾ, 1189 അധ്യായങ്ങൾ. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ 17 പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങൾ. അങ്ങ് വരുവാൻ പോകുന്ന കടസിക്കാലത്ത് മറ്റുമേ ചേർത്ത് പിടിച്ചിരിക്കുന്നത് 17 പുസ്തകങ്ങൾ ഇരിക്കുന്നത്. അതിൽ വലിയ പ്രവചനങ്ങൾ 3 എണ്ണമാ. 1 എസക്കേൽ, 2 ഇരമ്യാവ്, 3 യെശയ്യാവ്. അത് കഴിഞ്ഞിട്ട് മിഡിൽ പ്രവചനങ്ങൾ, മധ്യപ്രവചനങ്ങൾ 4 എണ്ണമാ. 1 ആമോസ്, 2 ദാനിയേൽ, 3 സെക്കരിയാവ്, 4 ഹോശയ്യ. அதுக்கு ശേഷം തമിഴ് ഭാഷയിൽ പേശിക്കുന്നത് ചിന്ന പ്രവചനങ്ങൾ. அந்த கம்மியா 4-5 அத்தியாயங்களுள்ள குஞ்சு பிரவச்சனங்கள் வேறையும் இருப்புண்டு. நகூம் இருக்குது, யோவேல் இருக்குது, மலாக்கி இருக்குது, மீக்க இருக்குது, ஹபக்கூக் இருக்குது. ഇതെല്ലാം ചിന്ന പ്രവചനങ്ങൾ അല്ലെങ്കിൽ മലാക്കി, ഇതെല്ലാം ചെറിയ പ്രവചനങ്ങൾ. ഇന്ന് വൈകിട്ട് നാം തൊട്ടുവച്ചത് സെക്കരിയ പ്രവചനം. സെക്കരിയ പ്രവചനത്തിന്റെ പ്രത്യേകത ശ്രദ്ധയോടെ, മശിഹായുടെ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് പിറകിൽ ഇദ്ദോ പ്രവാചകന്റെ കൊച്ചുമകനായ സെക്കരിയ എഴുതി വെച്ചതാ സെക്കരിയ പ്രവചനം. അഥവാ മശിഹായുടെ ജനനത്തിന് 550 കൊല്ലം പിന്നാടി, അല്ലെങ്കിൽ ഇന്നേക്ക് 2550 കൊല്ലം മുമ്പ് എഴുതി. 256 വാക്യങ്ങളാ സെക്കരിയ പ്രവചനം. 14 അധ്യായങ്ങളാ. അധ്യായം 9 മുതൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും ഇസ്രയേലിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ അതിനെ ബേസ് ചെയ്ത ഇന്നലെ ഞാൻ ഒരു വാക്ക് ചൊല്ലിയിരിക്കുന്നത്. ഓശാന പെരുന്നാളിൽ യേശുപ്പ യെരുശലേം ദൈവാലയത്തിൽ വരുന്നു. അതാ സെക്കരിയ ദീർഘദർശി 9:9 ഇന്നലെ രാത്രി ഞാൻ കേൾപ്പെട്ടിരിക്കുന്നത്. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കാം, യെരുശലേം പുത്രിയെ നീ ആർപ്പെടുക. സിയോനിന്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ടുവരും. ഇത് ഇസ്രയേലുമായിട്ടുള്ള നിലവിളിയുടെ തുടക്കമാ. ഓശാന പെരുന്നാൾ മുതൽ 14 വരെ. നാളെ 14-ാം അധ്യായം ചിന്തിക്കുമ്പോൾ നമ്മളുടെ മഹിമയുടെ കർത്താവ് വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് സിസ്റ്റർ വായിച്ചു, സർവശക്തനായ ദൈവം യെരുശലേമിനെ കുറിച്ച്. 1 ജെറുസലേം, 2 തത്തളിപ്പിൻ പാത്രം, 3 ഒരു ഭാരമുള്ള കല്ല്, 4 ഉലകത്തിലെ ജാതികളെല്ലാം അവർക്ക് വിരോധമായി വരുകേൻ, 5 അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. 4 ഭാഗങ്ങൾ നമ്മൾ ഇന്ന് ഇറച്ചിപ്പാലത്ത് ജെയിംസ് കോളേജിലോ അല്ലെങ്കിൽ ഇങ്ങ കളിക്കവള ഗ്രേസ് കോളേജിൽ ഇരിക്കുന്ന മാതിരി 4 ഭാഗങ്ങൾ താഴ്മയാ എന്ന് ചിന്തിക്കും. നമ്പർ 1 ജെറുസലേം. ജെറുസലേം പോകുന്നത് ഒരു കഥയിലേക്ക് പോകുന്നു. എല്ലാവരും இந்த നാളുകളിൽ ഈ ചെയ്തിയെ കേൾക്കണം. ആദ്യം പലസ്തീനാണോ അല്ലെങ്കിൽ ഇസ്രയേലാണോ ഉണ്ടായത്? എവിടെ? ജെറുസലേം. അങ്ങനെയെങ്കിൽ മുതലാധികാരം മുതൽ നാം ആരംഭിക്കുന്നു. ഉൽപ്പത്തി 1 എന്താ? ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ പരിശുദ്ധാത്മാ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. 1. 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. കുരങ്ങല്ല, ചിമ്പാൻസിയല്ല, മനുഷ്യൻ. ഇന്ന് ശാന്തമായി ഒഴുകുന്ന ഇറാഖിൽ ഒരു നദിയുണ്ട്, യൂഫ്രട്ടീസ് ടൈഗ്രീസ്. യൂഫ്രട്ടീസ് ടൈഗ്രീസിന്റെ അക്കരെ ഒരു മണ്ണുണ്ട്, എത്യോപ്യ. എത്യോപ്യയിൽ 6 ഘടകം കർത്തൻ എടുത്തിരിക്കുന്നത്. സ്വർഗമെടുത്തു, സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. மண்ணி நல்ல மனுஷனை மனைஞ்சது. இங்கே பாறை இருக்குது, கருங்கல் இருக்குது, இங்கே சிറ്റാர் இருக்குது, களியல் இருக்குது, எல்லாம் நல்ல பாறை கூட்டம் இருக்குது. அந்த பாறை எடுத்து மனுஷனை மனையாம கூடாது. அதுங்களில் அது தட்டியால் கிட்டும், പൊടി കിട്ടും. അതാ നിലത്ത പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മനഞ്ഞു. അപ്പം വിചാരിക്കും ഊഴിയക്കാരെ എന്തുവാ പറയുന്നതെന്ന്. നിങ്ങൾ ബൈബിളിലെല്ലാം ഇരിപ്പുണ്ട് പൊടി. ഇங்கே அருமையான வித்யாபியாசம், அதுவா நல்ல விஞ்ஞானத்தை இருக்குது, കുഞ്ഞുങ്ങൾ இருக்குது. മണ്ണിനകത്ത് 97 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ മണ്ണ് ഫിൽട്രേറ്റ് ചെയ്യുന്ന പൊടിയിൽ 17 മൂലകങ്ങൾ. അങ്ങനെയെങ്കിൽ മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞു. മുതലധികാരം ഉൽപ്പത്തി 2:7 വായിക്കണ്ട. നിലത്ത പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞു. ഇയ്യോബ് ജോബ് 19-ാം വസനത്തെ ചൊല്ലുത്. എന്നാ ചൊല്ലുകരുതെന്ന് അറിയാവോ? എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ
பொடிமேல் நிற்கிறது. அந்த அகரோன் மரணம் காணும்போல் அந்த தம்பி மோச உண்மையான ஒரு சங்கீதத்தை ரசிக்கிறது. அதுதான் சங்கீதம் 90. அதுக்கு 1, 2, 3 വാസിക്കുന്നത്. നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ, മർത്യനെ മണ്ണിലേക്കെന്നല്ല പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. இந்த காலத்தில் அருமையான தெய்வத்தின் பிரிய புருஷன், அவர் பேர் தான் தானியேல். அங்க தானியலுக்குள்ளே அந்த செய்தியை முடிவாகுது. தானியல் அதிகாரம் 12 അതിനകത്ത് 2 താഴെ വരുമ്പോൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേൽക്കും. ആ അധ്യായം അധികാരം മുടിക്കത് കർത്തൻ ദാനിയേലിന് ഒരു വാഗ്ദത്തം കൊടുക്കുന്നു. നീ കാലാന്തരത്തുക്കുള്ള ഓഹരി പ്രാപിക്കേണ്ടതിന് എഴുന്നേറ്റ് വരിക, നിന്റെ വിശ്രമ സ്ഥലത്തേക്ക് പോവുക. അത് താൻ இந்த அப்பா அம்மா அடக்கிய கல்லறைகளில் நீங்கள் இங்கிலீஷில் ஒரு வாக்கு எழுதும் RIP. ഇത് വന്നത് ദാനിയേൽ നിന്ന് റെസ്റ്റ് ഇൻ പീസ്. നീ നിന്റെ വിശ്രമ സ്ഥലത്തേക്ക് പോവുക, കാലാന്തരത്തിൽ നീ എഴുന്നേറ്റ് വരുന്നതിന് നിനക്ക് കാഹളം ധ്വനിക്കും. അതാ ദാനിയേലിന്റെ 12 നിന്നായി RIP ഉലകത്തിൽ വരുന്ന റെസ്റ്റ് ഇൻ പീസ്, ഓഹരി പ്രാപിക്കേണ്ടതിന്. അങ്ങനെയെങ്കിൽ സൃഷ്ടാവായ ദൈവം ആദമിനെ മെനഞ്ഞു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. കുഞ്ഞുങ്ങൾ കേൾക്കണം, ആദമിന്റെ മൂക്കിനകത്ത് സ്വർഗം ജീവശാസ്ത്രമോദി. ആദമിന്റെ കാല് ചലിച്ചു, കണ്ണ് തുറന്നു, മുടി അനങ്ങി, ഹാർട്ടിന്റെ ആർട്ടിക്കിൾ, വെൻട്രിക്കിൾ ഇതെല്ലാം തുറന്നു, ലങ്സ് എല്ലാം ക്ലിയറായി, രക്തമോടാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയത് മൂകാംബിക മെഡിക്കൽ കോളേജ് അല്ല, സെന്റ് ജോസഫ് മെഡിക്കൽ കോളേജ് അല്ല, ഗ്രേസ് മെഡിക്കൽ കോളേജ് അല്ല, പാറശാല SP മരുത്വമലയല്ല, പക്കത്തിരിക്കുന്ന കാരക്കോണം മരുത്വമലയല്ല. ആദ്യത്തെ വെന്റിലേറ്റർ വഴി ജീവശ്വാസം മോദി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കിയത് ഞങ്ങളുടെ സർവശക്തനായ ദൈവ. കരുത്തെ തട്ടി കർത്തർക്ക് മഹിമായി. അതുകൊണ്ട് ഈ ദൈവത്തെ സാധാരണ ദൈവമെന്നല്ല ഞങ്ങൾ പറയുന്നത്, മഹാദൈവ. മനസ്സിലാകുന്നവർക്കായി அதுக்கு தான் இந்த நாள்களில் அருமையான ஊழியக்காரர் இங்க இருக்குது. அவர் நல்ல செய்தி கொடுக்கும்போது தமிழிலும் மலையாளத்திலும் പറയും, കത്തി തൊടാതെ സർജറിയാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് இந்த നാൾകളിൽ നിന്റെ കൂട്ടം നടക്കുമ്പോൾ നിന്റെ കിഡ്നിയുടെ ഫങ്ഷൻസ് ക്ലിയർ ചെയ്യുക, നിന്റെ ബ്ലഡിന്റെ കൗണ്ട് ക്ലിയർ ചെയ്യുക, നിന്റെ ഹൃദയത്തിന്റെ അറകളിൽ കൂടി ഓടുന്ന ബ്ലഡിന്റെ ക്ലിയർ ചെയ്യുക. ഇന്ന് രാത്രി ആദമന്റെ ശരീരത്തിനകത്തിറങ്ങിയ ദൈവകരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന നിനക്ക് വേണ്ടി അത്ഭുത രോഗശാന്തി വിടുതൽ തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയോ? വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നിന്റെ കിഡ്നിയുടെ കൗണ്ടുകളെ മാറ്റുക, ക്രിയാറ്റിന്റെ കൗണ്ടുകളെ മാറ്റുക, നിന്റെ ബ്ലഡിന്റെ കൗണ്ടുകളെ മാറ്റുക, നിന്റെ ഹാർട്ടിന്റെ ചലനത്തെ നിയന്ത്രിക്കുക, നിന്റെ തൈറോയിഡിനെ മാറ്റുക, നിന്റെ ശരീരത്തിലെ അന്യായ കട്ടികളെ മാറ്റുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയോ? വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആദമിന് ഒരു ഗാഠനിദ്ര വരുത്തി, ആദമിന്റെ ശരീരത്തിൽ നിന്നൊരു വാരിയല്ലൂരി ഒരു സഹോദരിയെ സൃഷ്ടിച്ചു. അങ്ങനെ ആ ലോകത്തിൽ ആദ്യമായി എന്ത് വരുന്നതെന്നറിയാമോ? ക്ലോറോബോ അനസ്തേഷ്യ. സന്തോഷമില്ലല്ലോ? വിജ്ഞാനത്തിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ. അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? കേരളത്തിലും ചോദിക്കും, തമിഴ്നാട്ടിലും ചോദിക്കും. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ജെയിംസ് സിംസൺ. അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. എങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചു? ബൈബിൾ വായിച്ചു. ആദമിന് ഗാഠനിദ്ര വരുത്തി. അതുകൊണ്ടാ അനസ്തേഷ്യ കണ്ടുപിടിച്ചത്. പണ്ടത്തെ കാലത്ത് നല്ല ഊഴിയക്കാരിരിക്കുന്നത്, നല്ല പ്രായമുള്ള ദൈവദാസന്മാരിരിക്കുന്നത്. പഴയ കാലത്ത് നിങ്ങൾ പല്ലെടുക്കാൻ പോകും. അത് പല്ലെടുക്കാൻ ഹോസ്പിറ്റലിൽ പോവും. ഇവിടെ നമ്മുടെ മാർത്താണ്ഡത്ത് പോവുക. അപ്പോൾ നല്ല ഒരു അച്ചായൻ, നല്ല തടിയൊക്കെ ഉണ്ട്, നല്ല ബ്ലഡ് കൗണ്ടൊക്കെ ഉണ്ട്. അച്ചായൻ്റെ ഇവിടെ സൂചി വെച്ചിട്ടും ഗുളിക കൊടുത്തിട്ടും മയങ്ങുന്നില്ല. ഡോക്ടർക്ക് എങ്ങനെ കൊണ്ട് പോകണം? സിസ്റ്ററുണ്ട്, കമ്പൗണ്ടറുണ്ട്. അവരോട് പറഞ്ഞ് പെട്ടെന്ന് കൊടിലെടുത്തുകൊണ്ട് വാ, ട്രേ എടുത്തുകൊണ്ട് വരാൻ. ഒറ്റ വലിയ അച്ചായൻ്റെ പല്ല്, ട്രേക്കകത്ത് പല്ലും വീണ് പഞ്ഞിയും വീണ് അച്ചായൻ ഇങ്ങനെ കയ്യും വെച്ച്. അത് താൻ പണ്ടക്കാലം പല്ലെടുക്കുന്നത്. ഇന്ന് മാർത്താണ്ഡത്ത് അരുமையான டென்டல் கிளினிக் இருக்குது. பார்ക്കുന്നവർക്കായി ധന്യ ക്ലിനിക് இருக்குது, കൃപ ക്ലിനിക് இருக்குது. அங்கே நம்ம ஒரு பெண்குட்டியை போயிருக்குது. இப்போ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഒരു ചെയർ ഇരിക്കുന്നത്, കറങ്ങുന്ന ചെയർ. മനസ്സിലാകുന്നവർക്കായി ഈ പെൺകൊച്ച് അവിടെ ഇരിക്കും.
സിസ്റ്റർ വന്നൊരു പാട്ട് നമ്മുടെ ഇയർഫോൺ അപ്പം എന്താ രാജാ കയ്യ വെച്ച എന്തോ തമിഴ് പാട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ താണ്ട ചെറിയൊരു സൂചി കൊടുക്കും, അതിൻ്റെ പേര് അനസ്തേഷ്യ. പെങ്കൊച്ച് പാട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കും. സിസ്റ്റർ ചോദിക്കുക ഏത് പല്ല? ഈ പല്ലാന്ന്. ഒന്നും അറിയത്തില്ല. 3 മിനിറ്റ് കഴിയുമ്പോൾ മയങ്ങും. ഡോക്ടർ വരും, ആരും അറിയത്തില്ല. ഒറ്റ പിടി പല്ല് ട്രേക്കകത്ത്. അപ്പോഴും പല്ല് പോയ കുഞ്ഞറിയുന്നില്ല. പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് രാജാ കയ്യാ വെച്ച. സിസ്റ്റർ അന്നേരം പറയും മുടിഞ്ചാച്ച് കർവാപ്പസി വീട്ടിക്ക് പോകാൻ. അവരുടെ പേർ താൻ വിജ്ഞാനം പഠിക്കുന്ന അരുമயான പിള്ളകൾ നോട്ട് ചെയ്യണം. അവരുടെ പേര് ഡോക്ടർ ജെയിംസ് സിംസൺ. അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ബൈബിൾ വഴിയാണ് കിട്ടിയത്. അപ്പോൾ ഈ നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ തമിഴ് ഭാഷയെ പറഞ്ഞ പത്രികക്കാരെല്ലാം ചെന്ന് സാർ താങ്കൾക്ക് നോബൽ പ്രൈസ് കിട്ടി, സന്തോഷമില്ലയോ? അദ്ദേഹം പറഞ്ഞു എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയതല്ല സന്തോഷം, എൻ്റെ യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചതാ സന്തോഷം, വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അപ്പം അവരെ കൊണ്ടുവന്ന സ്ഥലമാ, ഞാൻ ഇസ്രായേലിലേക്ക് ഓടിപ്പോവുക, അവരെ കൊണ്ടുവന്ന സ്ഥലമാ ഏദൻ. അടക്കി വാഴുക, പെറ്റുപെരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. പാപം ചെയ്ത് ആദമയെ കൊണ്ടുമ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. കായീൻ ഹാബേലിനെ കൊല്ലുന്നു. സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി കായീനോട് ചോദിച്ചു നിൻ തമ്പി ഹാബേൽ എവിടെ? അവൻ പറഞ്ഞു ഞാൻ അവന്റെ കാവൽക്കാരനോ. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കാൻ തുടങ്ങി. എൻ്റെ അരുമயான ദൈവമക്കളെ, ഇന്നലെ ഞാൻ പോലെ 1000 സംവത്സരം ആരും ജീവിച്ചില്ല. 969 സംവത്സരം കൊണ്ട് മെതുശലേഖം പെട്ടിയിലായി. ഉൽപ്പത്തി മുതലധികാരം 6 വരുമ്പോൾ ദൈവത്തിന്റെ മക്കൾ ലോകത്തിന്റെ പുത്രിമാരെ തെരഞ്ഞെടുത്തു. അന്നൊരുവനുണ്ടായിരുന്നു. ആരാ? നോഹ. ഹാനോക്കിന്റെ മകൻ മെതുശലേഖിന്റെ മകൻ ലാമെക്കിന്റെ മകനായി ഒരുവനുണ്ടായിരുന്നു നോഹ. ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. നോഹയോട് ദൈവം ഇടപെട്ടു. നോഹയോട് പറഞ്ഞു പാപം പെരുകി, ആയുസ്സും മാറ്റി 120 സംവത്സരം. സന്തോഷമില്ലല്ലോ? നമ്മുടെ ആദ്യം കൊടുത്ത 1000 സംവത്സരം ഉൽപ്പത്തി 2-ൽ. ഉൽപ്പത്തി 6 വന്നപ്പോൾ നമ്മുടെ സിസിലി സിസ്റ്റർ ബ്ലൗസിന്റെ കൈവെട്ടിയോ ഒറ്റ വെട്ട് 120 സംവത്സരം. സ്വോത്രം. പാപം വന്നവൾ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നോഹയോട് പറഞ്ഞൊരു പെട്ടകം പണിയാൻ 7 അടിസ്ഥാന ഉപദേശം. ഇത് താൻ ദൈവസഭ. 1 ഗോപേർ മരം, 2 300 മുഴം, 3 50 വീതി, 4 30 ഉയരം, 5 3 തട്ടുകൾ, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. കരമുയർത്തുന്നവർക്കായി 7 അടിസ്ഥാന ഉപദേശത്തിൽ പെട്ടകം പണിയാൻ നോഹ പ്രസംഗിക്കാൻ തുടങ്ങി. നല്ലൊരു ആംപ്ലിഫയറും മൈക്കുമായിട്ട് മാർത്താണ്ഡം, നാഗർകോവിൽ, തക്കല இந்த മാവട്ടത്തിലെല്ലാം മറിമാന ചെയ്തിയെ കൊടുക്കുന്നത് പെരുമഴ വരാറായി. പെട്ടകത്തുള്ള കയറാൻ ആരും കയറിയില്ല. പ്രസംഗവും ട്രാക്ടറും കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ കയറിക്കോളാൻ. ശുദ്ധിയുള്ള മൃഗം, ശുദ്ധിയില്ലാത്ത മൃഗം 2, 7 പെട്ടകത്തിൽ കയറി. ആ സമയത്ത് എന്താ ചെയ്തതെന്നറിയാമോ? സ്വർഗം പെട്ടകത്തിന്റെ കുറ്റിയിട്ടു. മനസ്സിലാകുന്നവർക്കായി ഇതൊരു നിഴലെങ്കിൽ ഇന്ന് രാത്രി നീ നിത്യതയിലെത്താനുള്ള വാതില കർത്താവായ യേശു ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി ആ കൃപയിൻ പെട്ടകത്തിൻ വാതിൽ അടയാറായി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു സുവിശേഷ മഹായോഗം സ്വർഗം തന്നിരിക്കുന്നത്. കൺവെൻഷൻ ഇന്ന് മുടിയുമ്പോൾ അവസാനം പെട്ടകത്തിന്റെ കാര്യം പറ. പെട്ടകത്തിന് കുറ്റിയിട്ടു. പെതിയെ മഴയും തുടങ്ങി. 40 രാവും 40 പകലും. ഇതാ നോഹാവിൻ കാലം. എന്താ? ആകാശത്തിൽ നിന്ന് മഴ പെയ്തു. സുനാമി ഉണ്ടായത് നോഹയുടെ കാലത്താ. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് 40 നാൾക്കൾ രാവും പകലും മഴ. അതിനുശേഷം വീണ്ടും എഴുതി ആഴിയുടെ ഭണ്ഡാരഗ്രഹങ്ങൾ, കടലിൻ ഭണ്ഡാരഗ്രഹങ്ങൾ തുറന്നിരിക്കുന്നത്. എത്ര കാര്യം സുനാമിയെ പറ്റി പറയാനുണ്ട്, ദിവസങ്ങളെടുക്കുക സയൻസ് പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ തുറന്നു, മഴ പെയ്തു. അപ്പൊ ആദ്യം ഇന്തോനേഷ്യയിലല്ല സുനാമി ഉണ്ടായത്, ദാ കിടക്കുന്നു നോഹയുടെ കാലത്ത് മഴയല്ല. കുഞ്ഞുങ്ങൾക്കറിയാം, ആകാശത്ത് മേഘം കൂട്ടിയിടിച്ചു. അതിന്റെ പേര് ക്ലൗഡ് എക്സ്പ്ലോഷൻ ഇൻ ദ സ്കൈ. അതാ ഇപ്പം ഗൾഫ് രാജ്യത്ത് പെരുമഴ. സന്തോഷമില്ലല്ലോ? നിങ്ങൾ പിള്ള ഗൾഫിൽ ഇരിക്കുന്നത് ഇന്ന് നൈറ്റുക്ക് കൂപ്പിട് അയ്യാ സുഖമാ இருக்குதோ. അപ്പൊ പറയാ പെരുമഴ, റോഡിൽ ഇറങ്ങാൻ വയ്യാന്ന്. സന്തോഷമില്ലല്ലോ? പണ്ട് യാരോ പേശുകരുത് ചെന്നൈ മഴ പെയ്യത്തില്ലെന്ന്. 2013 ഞാൻ ചെന്നൈ അരുമயான ஊழியத்துக்கு പോയി ചർച്ചക്കോട് വില്ലിവാക്കം. அங்க ചെന്നപ്പം പാൽ മറ്റും വരുവത് കീഴക്കുടല്ല, ഏലിയാവക്ക് കാക്ക വന്ന പോലെ JCB വഴി വരുന്നത് പാല്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ബ്രെഡ്. ചെന്നൈയിലും മഴ പെയ്തു. ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണമാ. നമ്മ പാർക്കത് ഇന്ത്യ ദേശ ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനം, മേഘാലയ മേഘവിസ്ഫോടനം. ഒരു മഴ കാറ്റ് കാണാതെ മേഘം കൂട്ടിയിടിക്കും. ക്ലൗഡ് എക്സ്പ്ലോഷൻ. ഒരണക്കെട്ട്, ചിറ്റാറിൽ അണക്കെട്ട് പൊട്ടുന്നത് പോലെ ആകാശത്തിൽ നിന്ന് പെരുമഴ ഇറങ്ങും. അതാ നോഹയുടെ കാലം. 40 രാവും 40 പകലും മഴ പെയ്തു. പെട്ടകം പെരിയ വെള്ളത്തിലായി. ചെറിയ ആടാനും തുടങ്ങി. പക്ഷേ
ആ പെട്ടകം വെള്ളത്തിൽ മുങ്ങാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. മനസ്സിലാകുന്നവർക്കായി, നീ വചനത്താൽ നിന്റെ സഭാജീവിതം, കുടുംബജീവിതം പണിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പെട്ടകം മുങ്ങാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം. അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഏത് കാറ്റ് നിനക്കെതിരെ അടിച്ചാലും, ഏത് പ്രതികൂലം നിനക്കെതിരെ വന്നാലും അതിന്റെ നടുവിൽ നിന്നെ കാത്തു പരിപാലിക്കുവാൻ അമരക്കാരനായി നമ്മുടെ കർത്താവ് അതിന്റെ നടുവിലുണ്ട്. വിശ്വസിക്കുന്ന മക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പൊ ഈ പെട്ടകം ഞാൻ കുലുങ്ങാൻ തുടങ്ങി, കൊഞ്ചം തണ്ണി പെട്ടകത്തിൽ കയറാൻ തുടങ്ങി. നോഗയുടെ ഭാര്യ പറഞ്ഞു, മിക്കവാറും ഈ പെട്ടകം കരയ്ക്കൊന്നും അടുക്കത്തില്ല, ഗുജറാത്ത് വഴി മസ്കറ്റ് വഴി അറബിക്കടലിലെങ്ങാണ് വീഴുവെന്ന്. മനസ്സിലാകുന്നവർക്കായി നോഗ ഉടനെ പറഞ്ഞു, സിസ്റ്റർ സമാധാനപ്പെട്ടിരിക്കുന്നത് ദൈവത്താൽ അടിസ്ഥാനമിട്ടതാണ്. മഴ കുറഞ്ഞു. ഒന്നേ ആരെ വിട്ടു? കാക്കയെ വിട്ടു. കാക്ക വന്നും പോയി നിന്നു, പിന്നെ കാക്ക വന്നില്ല. രണ്ടാമത് എന്ത് ചെയ്തു? നമ്മുടെ പ്രാവിനെ വിട്ടു. പ്രാവ് പച്ചല കൊത്തിക്കൊണ്ടുവന്നു, പ്രാവ് പിന്നെ വന്നില്ല. നോഗയുടെ പെട്ടകം പെതിയെ അരാരാത്തിനകത്ത് ഉറയ്ക്കുവാനിടയായി തീർന്നു. ദൈവമക്കൾ ഒരു ദൂത് കേൾക്കണം. ദൈവസഭയിൽ ഇച്ചിരി കാറ്റടിച്ചാലും പ്രതികൂലം വന്നാലും അല്പം വെള്ളം കയറിയാലും അടിസ്ഥാനമിട്ടത് സ്വർഗമെങ്കിൽ നിന്നെ തക്ക സമയത്ത് ഉറപ്പിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം, വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അപ്പം നോഗയുടെ പെട്ടകം നമ്മുടെ തൊട്ടടുത്ത് ഈ കളിയിൽ പോകുന്ന സ്ഥലം തന്നെ പറയാം. ചിറ്റാറ് നട്ടയ്ക്കടുത്ത് പെട്ടകം ഉറച്ചു. ഇപ്പം ബൈബിളും പോയി ട്രാക്റ്റും പോയി. നോഗ നല്ലതുപോലെ കൃഷി ചെയ്തു, നല്ല മുന്തിരി കൃഷി. എല്ലാവരും കേട്ടാട്ടെ, നല്ല മുന്തിരി കൃഷിയൊക്കെ ചെയ്തു. ഇപ്പൊ പരസ്യോഗമൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ വെള്ളമിറങ്ങി, പെരിയ ജനങ്ങളൊക്കെ റെഡിയായി ഭൂമിയിൽ പെരുകി. അപ്പൊ ആദ്യം മുന്തിരിക്കെട്ട് ആര് വന്ന്? മാർത്താണ്ഡക്കാർ വന്ന്, അത് കഴിഞ്ഞ് നാഗർകോവിൽക്കാർ വന്ന്, തക്കലക്കാരൊക്കെ വന്ന് നോഗയുടെ മുന്തിരി മേടിച്ചു. അന്ത നാൾക്കുള്ള ഒരു കുഴപ്പം നടന്നു. ബാംഗ്ലൂരിൽ നിന്ന് ബിയർ ഉണ്ടാക്കുന്ന കമ്പനിക്കാർ നോഗയെ കാണാൻ വന്നു. നോഗയോട് പറഞ്ഞു, അയ്യാ നീ ഇങ്കം മാർക്കറ്റിൽ കൊടുക്കാതെ നമുക്ക് താൻ കണ്ടെയ്നറിൽ വിട്ടാറ് ഓൺലൈനായിട്ട് ഗൂഗിൾ പേ വഴി പൈസയും കിട്ടുമെന്ന്. മനസ്സിലാകുന്നവർക്കായി നോഗയ്ക്ക് സന്തോഷമായി. തമിഴ്നാട്ടുകാർക്ക് കൊടുത്തില്ല, എല്ലാം ബാംഗ്ലൂർക്ക് നല്ല ബിയർ ഉണ്ടാക്കുന്ന കമ്പനിക്ക് കൊടുത്തു. ബാക്കി കൂടെ കേട്ടാട്ടെ, നല്ല കഥ. ആ സമയത്ത് എന്താ, 6 മാസം കഴിഞ്ഞ് ബിസിനസ് ഒക്കെ നല്ല ഉഷാറായി. നമ്മുടെ ഈ മാർത്താണ്ഡത്ത് സെയിൽസ് മാൻമാർ ഇടയ്ക്ക് കടയെല്ലാം വിസിറ്റ് ചെയ്യാൻ നോഗ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്കിളുടെ അടുത്ത് വന്ന്, അങ്കിൾ നിങ്ങൾക്ക് മുന്തിരി കിട്ടിയിരിക്കും, നമ്മുടെ കച്ചവടം നല്ലതായിരിക്കും, പുതുവർഷത്തെ ഡയറി പേഴ്സും വാലറ്റും കൊടുക്കുന്ന പോലെ കൊടുത്തു. അതെല്ലാം നോഗ മേടിച്ചു. അന്നേരം ഉണ്ട് സാമ്പിൾ ബോട്ടിൽ, ബിയറിന്റെ സാമ്പിൾ ബോട്ടിൽ അരുമേന ഊളിയക്കാരെ നോഗയ്ക്ക് കൊടുത്തു. നോഗ പറഞ്ഞു, അയ്യാ ഇത് വേണ്ട, ഞാൻ മുന്നാടി ഊളിയക്കാരൻ എനിക്ക് വേണ്ട. അപ്പൊ സെയിൽസ് റെപ്രസെന്റേറ്റീവ്മാർ പറഞ്ഞു, ഇച്ചിരി കുടിച്ചാൽ മതി, ശരീരം നല്ല വെളുപ്പാവും, നല്ലതാകും. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. തമിഴ്നാട്ടിൽ അന്തമാതിരി പേശക്കൂടാതെ കേരളാവിൽ ചില ഊളിയക്കാരെന്താ ആളുകളിൽ പറയുന്നു, ഇച്ചിരി അടിച്ചാലും കുഴപ്പമില്ലെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്ര മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. എൻ സഹോദരങ്ങൾ ഇരിക്കുന്നത് കർത്തൃവേല ഇരിക്കുന്നത്. നിങ്ങൾ വെളിനാട്ടിൽ പോകരുത്. അയ്യാ അങ്ങ് വെളിനാട്ടിൽ പോയത്, നിങ്ങൾ പ്ലെയിനിൽ ഏറിപ്പോത് എയർ ഹോസ്റ്റത്ത് നിന്ന് സാമ്പിൾ ബോട്ടിൽ തന്നാൽ ദയവ് ചെയ്ത് കുടിക്കരുത്, പക്കത്തിൽ ഇരിക്കുന്നവൻ പടമെടുക്കും. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ഇന്ന് നാൾക്കൽ കേരളാവിൽ നിന്ന് ഒരു ഊളിയക്കാരൻ വെളിനാട്ടിലേക്ക് പോയി. എമിറേറ്റ്സ് വിമാനം, അരുമയാന വിമാനം, അതിനകത്ത് ഒരു എയർ ഹോസ്റ്റസ് വന്ന് സാമ്പിൾ ബോട്ടിൽ കൊടുത്ത് പുള്ളിക്കാരൻ ഒറ്റയാടി അടുത്തിരുന്നവൻ പടമെടുത്തു. ഇറങ്ങുന്നതിനും പൊട്ട് പത്രത്തിനകത്ത് ഉപദേശി കള്ളു കുടിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി അതുകൊണ്ട് ഇന്ന് ഊളിയക്കാർക്കിട്ട് സ്പെഷ്യലാ ഒരു മുന്നറിയിപ്പ് കൊടുക്കത്, എങ്കയോ സാമ്പിൾ ബോട്ടിൽ കിട്ടിയാൽ പ്ലെയിനെ കൊട്ട് സാപ്പിടാതെ ബാഗി വെച്ചിരിക്കണം, എവിടെങ്കിലും കൊണ്ട് രഹസ്യമായി സാപ്പിടുക. അതുകൊണ്ട് ആദ്യത്തെ കുടുംബം തകരുന്നത് മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. എന്താ സംഭവിച്ചത്? അവൻ നല്ലതുപോലെ കള്ളു കുടിച്ചു. ഉച്ച സമയത്ത് മക്കൾ വന്നപ്പോൾ അവൻ വിവസ്ത്രനായി കിടന്നു. കുഞ്ഞുങ്ങൾ ഒരു പുതപ്പ് അല്ലെങ്കിൽ ഒരു പേശി എടുത്തിട്ട് കാണും. ആ സമയത്ത് നോഗ കെട്ടുവിട്ടുണർന്നു. അവൻ എന്ത് ചെയ്തു? മക്കളെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ. ആ ശപിക്കപ്പെട്ട തലമുറ ഇന്ന് കിടക്കുന്നു സൗത്ത് ആഫ്രിക്ക. മനസ്സിലാകുന്നവർക്കായി ഇവരാണ് നോഗയുടെ തലമുറകൾ. സൗത്ത് ആഫ്രിക്ക. സ്വർണ്ണമുണ്ട്, കൽക്കരിയുണ്ട്, പക്ഷേ കലാപം തീരത്തില്ല. കനാൻ ശപിക്കപ്പെട്ടവർ. സ്വർഗം ഒരു പോക്ക് പോയി. 1498 കിലോമീറ്റർ യാത്ര ചെയ്തു. ആദമിന്റെ തലമുറയിൽ ഒരുവനുണ്ടായിരുന്നു ശേത്ത്. ശേത്തിന്റെ കുടുംബം പാർത്തിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങൾ, മെസപ്പൊട്ടോമിയയുടെ നടുവിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന തേരഹിന്റെ മകനായ അബ്രഹാമിന് സ്വർഗം കണ്ടു. അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞ് എഴുന്നേൽക്കാൻ. ഉൽപ്പത്തി 12, നിന്നെ അനുഗ്രഹിക്കുന്നവന് ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവന് ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ ആകാശത്തിലെ നക്ഷത്ര, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ അനുഗ്രഹിക്കപ്പെടും.
അവരെ കൊണ്ടുവന്നത് ആ കനാൻ, ഇസ്രായേലാണോ പലസ്തീനാണോ ആദ്യം ഉണ്ടായെന്ന് പറഞ്ഞുതരാം. ആ കനാനിൽ കൊണ്ടുവന്നു. അബ്രഹാമിനൊരു ഭാര്യ സാറ, വിളി കേൾക്കാത്ത ലോത്ത്, ലോത്തിന്റെ ഭാര്യ ബൈബിളിലും പേരില്ല, ഗൂഗിളിലും പേരില്ല, മനസ്സിലാക്കുന്നവർക്കായി. അവസാനം എന്താ സംഭവിച്ചത്? അബ്രഹാമിന് ഒരു തലമുറ ലഭിച്ചു, ഇസഹാക്ക്. ഇസഹാക്ക് അബ്രഹാമിന് സാറയും, സാറയിൽ കൂടി ഇസഹാക്ക്. ഇസഹാക്കിന് റബേക്ക എന്നൊരു ഭാര്യ, ഉള്ളത്തിൽ 2 കുഞ്ഞുങ്ങൾ. ഒരുവൻ ഏശാവ്, രണ്ടാമത്തവൻ യാക്കോബ്. ഏശാവ് പുറത്തു വന്നു, പുറകെ യാക്കോബും. ഏശാവ് വനവേട്ടക്കാരനും മൃഗശാലിയും വളരെ വേട്ടക്കാരനും. യാഗം പോകാതെ മമ്മിയടച്ച് സാരിയെ പിടിച്ച് വീട്ടിൽ നിൽക്കുന്നവനായിരുന്നു. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോഴത്തെ ചൂട് പോലെ ചൂട് വന്നു. ചൂട് വന്നപ്പോൾ ഒരിക്കൽ ഏശാവ് എവിടെയോ വനവേട്ടയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ പയറ് പായസവും നല്ല 7up. ഏശാവ് ചോദിച്ച്, അനിയാ ഇത് തരുമോ? അവൻ പറഞ്ഞ്, തരാം, ജ്യേഷ്ഠാവകാശം തരണം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഏശാവ് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി, വീണുപോയി. 2. അതിനുശേഷം അപ്പന് കണ്ണു മങ്ങി ഇസഹാക്കിന്. അവന് വേട്ടയിറച്ചി തിന്നാൻ ഭയങ്കര താല്പര്യം. ഏശാവിനെ വിളിച്ചു, മോനെ എനിക്ക് വേട്ടയിറച്ചി കൊണ്ടുതരണം, എൻ്റെ സമയമെടുത്തു, ഞാൻ മരിക്കാറായി. ഇസഹാക്ക് വേട്ടയിറച്ചിക്ക് വേണ്ടി കാക്ഷിക്കുന്നു. ഏശാവ് വനവേട്ടയ്ക്ക് പോയപ്പോൾ മമ്മി വാതിലിന്റെ സൈഡിൽ നിൽക്കുക. മമ്മി കേട്ടിട്ട് യാക്കോബിനോട് പറഞ്ഞു, മോനെ, അമ്മമാർക്ക് ഇളയ കുഞ്ഞുങ്ങളോടാ സ്നേഹം. മോനെ, നീ പെട്ടെന്ന് മൃഗസമ്പത്തിന് ഒരെണ്ണത്തിനെ കൊണ്ടുപോവാ, കട്ട് ചെയ്യാം, നമുക്ക് വീട്ടിൽ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കാം, ഞാൻ എസൻസും കുടയാം, മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ മമ്മി കുടഞ്ഞു, നല്ല ഭക്ഷണം. അപ്പോൾ യാക്കോബിനൊരു സംശയം, പപ്പാന്റെ ശബ്ദം കേട്ട് അറിയുമോ എന്നെ? ഏശാവ് രോമമുള്ളവനാ. അതിന് മമ്മി പറഞ്ഞു, ഇതെല്ലാം ശരിയാകും, കേരളത്തെ സ്വർഗമാതിരി LDF വരും, എല്ലാം ശരിയാകും. സ്വോത്രം. നല്ലൊരു രോമക്കുപ്പായും. അതിനുശേഷം ഇവന്റെ ശബ്ദവും മാറ്റി. 1ാമത്തെ കള്ളം അപ്പൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പപ്പ നമുക്ക് ഫാസ്റ്റ് ഫുഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പപ്പ ചോദിച്ചു, ഇത്ര പെട്ടെന്ന്? 1ാമത്തെ കള്ളം, സ്വർഗത്തിലെ ദൈവം തന്നു. സ്വോത്രം. 2, നീ എൻ്റെ ആദ്യജാതനാന്ന് ഏശാവ് വന്നു. കയ്യെ തപ്പി നോക്കത് ഏശാവ്. അപ്പച്ചൻ കഴിച്ചു, കണ്ണു മങ്ങി അപ്പച്ചൻ ഇവനെ അനുഗ്രഹിച്ചു. അപ്പം മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇവിടെ നിൽക്കരുത്, സ്ഥലം കാലിയാക്കണം, ചേട്ടൻ വന്നാ നിന്നെ ശരിയാക്കും. അപ്പം അന്നത്തെ കാലത്ത് ഇന്നത്തെ GPS ഈ ഒറ്റ ഒന്നുമില്ല, ഗൂഗിളൊന്നുമില്ല. സ്വോത്രം. ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും പറയത്തില്ല, മമ്മി മിണ്ടായി നമുക്ക് ഗൂഗിൾക്ക് പേശാം, സന്തോഷമില്ലല്ലോ. യാക്കോബിന്റെ കാലത്ത് ഗൂഗിളൊന്നും ഇല്ലായിരുന്നു. യാക്കോബ് ഒരു വടിയും വെള്ളമായിട്ട് പോയി. വീട് വിട്ടിറങ്ങിയവൻ ലൂസിന്റെ പട്ടണത്തിലെത്തി. അവൻ എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. സന്ധ്യയായി. എല്ലാവരും ഞാൻ അപ്പച്ച അമ്മച്ചി. അന്ന് രാത്രി ഏശാവ് തിരിച്ചവന് പോനുമ്പോ ഏശാവിന്റെ വാളും അന്നൊരു കല്ല് തലയണയായിട്ട് എടുത്തു വെച്ചു. അവന്റെ കണ്ണുനീരാ തലയണയിൽ ഇറങ്ങി വന്നു. സ്വർഗത്തിന്റെ കോവണി ഇറങ്ങി വന്നു. ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല. എന്ന് രാത്രി നിന്റെ കണ്ണുനീര് നിന്റെ പായ്ക്കകത്ത് വീഴുമോ, സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി പറയണം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ലൂസിൽ മാത്രമല്ല, ഇന്ന് രാത്രി മേൽപ്പാലയിലും പ്രകാശിതരാകുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവമക്കളെ, സ്വർഗം ആ ദർശനം, ദൂതൻ ഇറങ്ങി. അവൻ പറഞ്ഞു, എന്തുവാ ഈ യാത്ര എന്നോട് കൂടെ ഇരിക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുന്നിടത്ത് കിടക്കണം, ഉറങ്ങണം. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു, അപ്പന്റെ വീട്ടിൽ വരണമെന്ന്. നേരെ പോയി ലാബാന്റെ വീട്ടിൽ. ലാബാൻ അവനെ കണ്ടപ്പോൾ സന്തോഷമായി. 40 നാൾ ഉപവാസക്കൂട്ടത്തെ ഇരുന്നവന്റെ കണക്ക് നല്ല ദൈവ സാന്നിധ്യം. ലാബാൻ ആടുമാടുകളെല്ലാം അവനെ ഏൽപ്പിച്ചു. 7 വർഷം നീ സേവ ചെയ്താൽ നല്ലൊരു പെൺകുട്ടിയുണ്ട്, റാഹേലിനെ തരാം. അങ്ങനെ പാവപ്പെട്ട യാക്കോബിന്റെ വാട്സപ്പിൽ റാഹേലിന്റെ ഫോട്ടോയും കൊടുത്തു. നമ്മുടെ മഞ്ഞാലുമൂട്, മുക്കൂട്ടുകല്ല്, ഗണപതിക്കല്ല്, 6 കാണി, 10 കാണി, സമാധാനപുരം, എല്ലായിടത്തും ആട്ടിനെ മേയിച്ചു. സ്തോത്രം. ഇപ്പൊ രക്ഷപ്പെട്ടു ലാബാൻ. 7 വർഷം കല്യാണം നൈറ്റിലായിരുന്നു. കല്യാണം എല്ലാം കഴിഞ്ഞ് രാവിലെ നോക്കിയപ്പോൾ അവന്റെ മനവി ആരായിരുന്നു? അവന്റെ ഭാര്യ റാഹേലല്ലായിരുന്നു, നമ്മുടെ നാഗർകോവിലിൽ ലേസർ അടിക്കുന്ന ലേയ. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. അതിന്റെ അർത്ഥം നമ്മുടെ യാക്കോബ് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA എടുത്തോളായിരുന്നു. അതിന്റെ അർത്ഥം ലാബാൻ അണ്ണയല്ല, കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ME എടുത്തതായിരുന്നു. മനസ്സിലാക്കുന്നവർക്കായി. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതുകൊണ്ട് കൊടുത്താൽ എവിടെയും കിട്ടും. അപ്പൊ അപ്പനുമായിട്ട് ചണ്ടയുണ്ടായി. അപ്പൻ പറഞ്ഞ് 7 വർഷം കൂടെ സേവ് ചെയ്യണം. അത് കഴിഞ്ഞ് റാഹേലിനെ കിട്ടി. ഇപ്പൊ 20 വർഷമായി. പാട്ടില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ഇപ്പൊ അവ ആടുമാടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് നമ്മുടെ മാർത്താണ്ഡത്തെ പിള്ളകൾ പോകുന്ന പോലെ ലാബാന്റെ കുഞ്ഞുങ്ങൾ എവിടെ പോയെന്നറിയാമോ? UK, കാനഡ, ഓസ്ട്രേലിയ. തിരിച്ചവർ ലീവിന് വന്നപ്പോൾ അവർ നോക്കി വീട്ടില്
പ്രമാണം, പറ്റീട്ടി, ബാങ്ക് ഡിപ്പോസിറ്റ് എല്ലാം ഈ ഉപായിയായ യാക്കോബ് അടിച്ചു മാറ്റി. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ, സ്വത്രം. എന്നാണ് അപ്പം പിള്ളേര് ഭയങ്കര പ്രശ്നമാക്കി. അപ്പൻ്റെ മുഖവും ശരിയല്ല. നമ്മുടെ കുഴിപിളയില കുഞ്ഞുങ്ങളിടയ്ക്ക് കൊടൈക്കനാലിലൊക്കെ ഒന്ന് കറങ്ങാൻ പോയി, മറീന ബീച്ച് കാണാൻ പോയി. അപ്പൻ ആടിനെ മേയ്ക്കാൻ പോയപ്പോൾ 3 ഇനോവ, നാടൻ ഭാഷ, യാക്കോബ് ഭാര്യമാരെ കുഞ്ഞുങ്ങളെയും കയറ്റി ഒരു സ്ഥലത്ത് വന്നു. അതിൻ്റെ പേരാ യാബോക്ക് കടവ്. യാബോക്ക് കടവിൽ വന്നപ്പോൾ അവൻ അക്കരെ കടക്കാൻ പറ്റത്തില്ല. അന്നാള് കുറഞ്ഞ സമയം സായങ്കാലം ഒരു ദൂതൻ വരുന്നു. യവൻ ദൂതനെ കയറി പിടിച്ചു. മൽപ്പിടുത്തമായി യവൻ ദൂതനോട് പറഞ്ഞ്, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടത്തില്ല. സമയം പോയി, ഉഷസായി. ദൂതൻ ലാസ്റ്റ് അവനോട് ചോദിച്ചു, കുഞ്ഞെ നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, അപ്പനിട്ട പേര് യാക്കോബ്. അപ്പോൾ ദൂതൻ ഒരു കാര്യം പറഞ്ഞു, നീ സ്വർഗത്തോടും ദൂതനോടും മല്ല് പിടിച്ചത് കൊണ്ട് നിന്റെ പേരിന് യാക്കോബല്ല, നിന്റെ പേര് ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി. മുതലധികാരം 32:27, ഉൽപ്പത്തി 32:27. അതുകൊണ്ട് ഈ ലൈവിൽ കാണുന്നവര് ആദ്യം പലസ്തീനല്ല, ആദ്യത്തെ പേര് ഇസ്രായേൽ. മനസ്സിലാകുന്നവർക്കായി. അതാണ് ക്ലിയർ. ഇപ്പൊ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇവര് വാഗ്ദത്ത കനാനി വന്നു, ആടുമാടുകൾ വീടുകളെല്ലാമായി. ആ സമയത്ത് അതിൻ്റെ സംഭവം, യാക്കോബിന്റെ തലമുറയെ ഒരുവനുണ്ടായിരുന്നു, യോസഫ്. ശേഖേമിൽ ആട് മേയ്ക്കാൻ പോയ ചെറുപ്പക്കാര് തേടിപ്പോയി. 1 പൊട്ടക്കിണർ, 2 അടിമച്ചന്ത, 3 പൊത്തിപ്പേറിന്റെ ഭവനം, 4 കാരാഗ്രഹം. അതിനുശേഷം അവൻ മിസ്രയിൽ ഉപപ്രധാനമന്ത്രിയായി. അപ്പൊ ഇന്നത്തെ ഗൾഫിൽ നടക്കുന്ന പോലെ യുദ്ധവും ക്ഷാമവും ഒക്കെ വന്നു. ചേട്ടന്മാർ അരി മേടിക്കാൻ എവിടെ വന്നെന്നറിയാമോ? മിസ്രൈമിൽ വന്നു. ഉപപ്രധാനമന്ത്രി യോസഫ ചേട്ടന്മാർക്കും ഭാര്യമാർക്കും വിസ കൊടുത്തു. അവർ മിസ്രൈമിൽ വന്നു. ഇപ്പോൾ അവരൊരു ജനമായി അമ്മച്ചി. അപ്പോൾ ഒരു യഹൂദന്റെ പ്രത്യേകത എന്താ? ഇസ്രായേൽക്കാരന്റെ 10 മിസ്രൈമിനെ കൊല്ലും. അന്നാണ് ഫറവോൻ കൽപ്പന എഴുതി, ആൺകുട്ടികളെ നൈൽ നദിക്കകത്ത് കൊന്നുകളയണം. ആ കൂട്ടത്തിൽ ഒരുവൻ എഴുന്നേറ്റ് വന്നു. അവന്റെ പേര് മോശ. കരമുയർത്തുന്നവർക്കായി. അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. എൻ്റെ പ്രിയ മക്കളെ, അവരെന്താ ചെയ്തതെന്നറിയാമോ? മോശയാൽ ആഴമേറിയ ചെങ്കടൽ കടന്നു. ചെങ്കടൽ കടന്നു മോശ അക്കരെ കയറിയില്ല. യോശുവായും കാലേബും മുന്തിരിക്കൊല വെട്ടി പിതാക്കന്മാർ കാഴ്ച വെട്ടിയ ദേശത്തെത്തി. ഇപ്പോൾ വലിയൊരു സമൂഹമായി. അവർ പറഞ്ഞു, ഒരു രാജാവിന് വേണം. ഒരു രാജാവ് ഒന്നാമതായി. കഴുത അന്വേഷിച്ച് പോയ ശൗൽ ഇസ്രായേലിൽ 1ാമത്തെ രാജാവ് 40 വർഷം. 2 അടുത്തവൻ ഇസ്രായേലിലെ രാജാവായി. കാട്ടിനകത്ത് കരമടിച്ച ദാവീദ് 40 വർഷം. ദാവീദ് 40 വർഷം കഴിയുമ്പോൾ ശലോമോൻ ഇസ്രായേലിലെ രാജാവായി 40 വർഷം. ഒറ്റ രാജ്യം. അത് കഴിഞ്ഞ് ശലോമോന്റെ തലമുറയായി രഹബയാം. ആ കാലത്ത് ഇസ്രായേൽ വെട്ടിമുറിക്കപ്പെട്ടു. 1 ഇസ്രായേൽ തലസ്ഥാനം ക്യാപിറ്റൽ ശമരിയ, 2 യഹൂദിയ തലസ്ഥാനം ജെറുസലേം. കരമുയർത്തുന്നവർക്കായി. ഇതാ അന്തിമ യുദ്ധം, ബൈബിളും പ്രവചനവും. അങ്ങനെയെങ്കിൽ യെറുശലേമിന്റെ വിഷയം 1ാം ലോക മഹായുദ്ധം നിങ്ങൾ മനസ്സിലാക്കണം. യഹൂദൻ ആദ്യമായിട്ട് മടങ്ങി വരുന്നു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. 2ാം ലോക മഹായുദ്ധം. അമേരിക്കയിൽ ആരിയസ് ട്രൂമാൻ ആറ്റം ബോംബ് ഉണ്ടാക്കുക ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ്റെ പേരായിരുന്നു യഹൂദനായ ടിക്കോ ബർമി. അവൻ ആറ്റം ബോംബ് ഉണ്ടാക്കി. ആറ്റം ബോംബ് പത്രോസിന്റെ ലേഖനം എടുത്തു. 2 പേജോ അധികാരം 3 വസനത്തെ വാസിക്കരുത് 10 കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ ആകാശം കൊടുമുഴക്കത്തോടെ ഒടിഞ്ഞു പോകും. മൂലപദാർത്ഥം കത്തിയേഴും ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് ഇട്ടമ്മാമേ കേട്ടാട്ടെ. 1948 ആയപ്പോൾ അമേരിക്ക 2ാം ലോക മഹായുദ്ധം ജയിച്ചു. 5.5 കോടി പേർ മരിച്ചു. യഹൂദനോട് ചോദിച്ചു, നിനക്കെന്ത് വേണം? ഞങ്ങൾ പറഞ്ഞ വീടും കാറും വേണമെന്ന്. അവൻ പറയും, സാർ ഞങ്ങൾക്ക് രാജ്യമില്ല, ഞങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ചോദിച്ചു, ഇന്ത്യ വേണോ? കുറച്ച് തരാം. നൈജീരിയ വേണോ? തരാം. ആഫ്രിക്ക വേണോ? തരാം. അമേരിക്ക വേണോ? തരാം. വേണ്ട. അവർ പറഞ്ഞ അബ്രഹാം കാൽ ചവിട്ടിയ ദേശം ഞങ്ങൾക്ക് മടക്കി തരണം. ഇതാണ് ലോകമഹായുദ്ധത്തിലേക്ക് 111 രാജ്യങ്ങളിൽ നിന്ന് 1948 ഏപ്രിൽ 14 ആകാശത്തിൽ രക്തചന്ദ്രൻ ബ്ലഡ് മൂൺ ഒബ്സർവേറ്റഡ് 1948 ഏപ്രിൽ 14. ഒരു മാസം കഴിഞ്ഞ് മെയ് 14 അന്നത്തെ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂറിയോൻ യേശു ജനിച്ച വെള്ളക്കാലുള്ള പതാകത്തെ ഉയർത്തിക്കൊണ്ട് ലോകരാജ്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. കരമുയർത്തുന്നവർക്കായി. അപ്പ നിന്റെ വരവിന് ഉലകത്തിന് അവസാനത്തേക്ക് അടയാളം. മത്തായി സുവിശേഷം യേശു അപ്പ സൊൽகிறது, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ രാത്രി. അങ്ങനെയെങ്കിൽ ഇതാ നമ്മുടെ പ്രസംഗം ഗാസയിലേക്ക്. ഇനി പടപടാം. ഇസ്രായേൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ലൈവ് ശ്രദ്ധിച്ചോണം.
22,700 കിലോമീറ്റർ ഇസ്രയേൽ. 6 ജില്ല: ടെൽ-അവീവ്, ജെറുസലേം, ആഷ്കെലോൻ, അസ്തോദ്, ഡിമോന, ഹൈഫ. ഇതിന്റെ നടുവിൽ ഒരു സ്ഥലമുണ്ട്, ജെറുസലേം. അതിനെപ്പറ്റി നാളെ ഞാൻ പറഞ്ഞുതരാം. അപ്പുറത്ത് 6,750 കിലോമീറ്റർ ഉണ്ട് പലസ്തീൻ. പലസ്തീന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 4 ജില്ല: നസറേത്ത്, ഗലീല, അത് കഴിഞ്ഞതിന് ശേഷം റമല്ല, വെസ്റ്റ് ബാങ്ക്. ഇപ്പുറത്ത് കടലിനോട് ചേർന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ തൂത്തുക്കുടി പക്കം ദ്വീപ് ഇരിക്കുന്നത് പോലെ ഒരു ദ്വീപുണ്ട്. അതിന്റെ പേരാ ഗാസ. 321 കിലോമീറ്റർ, 23 ലക്ഷം ജനം. 4 ജില്ല: 1 എക്രോ, 2 കാന്യൂനിസ്, 3 സഹർ, 4 റാഫ. ഇതായിരുന്നു 1948 ഇസ്രായേലിൽ. പെരിയ ഇസ്രായേലിലെ ഭരണം ക്ലിയറായി. ഇനിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അങ്ങോട്ട് പോകുമ്പോൾ ഒരു സംഭവം നടന്നു. പലസ്തീനിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു, PLO, പലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ. അവരാ ഭരിച്ചുകൊണ്ടിരുന്നത്. 1979 നാളുകളിൽ ഇറാൻ 1979 വരെ ഇസ്രയേലുമായിട്ട് അടുപ്പമായിരുന്നു. അവിടെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. ആ ഭരണകൂടത്തിന്റെ പേരാ ഷാ ഭരണകൂടം. 79 ഷാ ഭരണകൂടത്തെ തട്ടിക്കൊണ്ട് ഇറാനിൽ ഒരു റെജിമെന്റ് വന്നു. അതിന്റെ പേരാ ഇന്ന് നടത്തുന്ന ആയത്തുള്ള ഖുമൈനിയുടെ മിലീഷ്യ വന്നു ഇറാൻ. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെ തകർത്ത ഒരു കൂട്ടം ചക്രവർത്തിമാരുണ്ടായിരുന്നു. 1 റഷ്യയിലെ സാർ, 2 ഇറാഖിലെ നെബുക്കദ്നേസർ, 3 വീണ്ടും ഉണ്ടായിരുന്നു ഇറാനിലെ ഹാമാൻ. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരുവൻ ഉണ്ടായിരുന്നു, സിറിയയിലെ അന്തിക്കോസ് എപ്പിഫാനോസ്. ഇവരെല്ലാം ഇസ്രയേലിനെ തകർത്തതാ ഹിറ്റ്ലർ, മുസോളിനി. ഈ ഹാമാന്റെ പേരിൽ നിന്ന് 3 സംഘടന വന്നു. 1 അതാ പലസ്തീനകത്ത് വന്ന ഹമാസ്, H. 2 യമനകത്ത് വന്നു ഹൂത്തി, അതും H. അത് കഴിഞ്ഞ് ലെബനോനിൽ ഒരു സംഘടന വന്നു, ഹിസ്ബുള്ള. ഇത് 3 H. ഇതിന്റെ ഫണ്ടിങ് ഇറാനിൽ നിന്നായിരുന്നു. അതുകൊണ്ടാ അവർ അവിചാരിതമായി ഒരാക്രമണം നടത്തി. ആക്രമണമാ ഇന്നലെ ആന്റി വായിച്ചു. ആമോസ് 2:5. സൂക്കോത്ത് പെരുന്നാൾ, യഹൂദനോടുള്ള പെരുന്നാളാ സിംചത്തോറ. ആ സൂക്കോത്ത് പെരുന്നാളിൽ ഗാസ ഇസ്രയേലിന്റെ ബോർഡറിൽ 400 പട്ടാളക്കാരാ കാവൽ നിൽക്കുന്നത്. അന്ന് ആ പെരുന്നാളായതുകൊണ്ട് 360 പേർ ലീവ്, 40 പട്ടാളക്കാർ നിന്നപ്പോഴാ 223 2021 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസിന്റെ പോരാളികൾ റോക്കറ്റുമായി അതുപോലെ റഡാറുമായി എല്ലാമായിട്ട് ഇസ്രയേലിനകത്ത് ഇറങ്ങി വന്നു. അതാ ബൈബിൾ പ്രവചനം, ആമോസിന്റെ പ്രവചനം. ഞാൻ യഹൂദിയുടെ അകത്തൊരു തീ അയക്കും, യെരുശലേമിന്റെ അരമനകളെ കത്തിച്ചു കളയും. അങ്ങനെയെങ്കിൽ വരുന്നു ഇതിന്റെ പിറകിൽ 3-ാം ലോകമഹായുദ്ധം. ഇനിയുള്ള കാര്യങ്ങൾ വാക്യം കേൾക്കണം. അങ്ങനെയെങ്കിൽ ഗാസ ഇസ്രയേൽ സംഘട്ടനം നടക്കുമോ? നാളെ യെരുശലേമിന്റെ ബാക്കിയിലേക്ക്. ഇപ്പോൾ നിങ്ങളുടെ ടെലിവിഷനിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ ബൈബിളിലുണ്ട്. ഗാസ ഇസ്രയേൽ സംഘട്ടനം നടക്കുമോ? വായിക്കുന്നു ആമോസ് ദീർഘദർശി. എല്ലാവരും അരുമ്യാന വചനത്തെ വാസിക്കരുത്. ആമോസ് ദീർഘദർശി അധികാരം 1 വചനത്തെ വാസിക്കരുത്. 6, 7 ഗാസ ഇസ്രയേൽ. ആന്റി വായിച്ച് സഹായിക്കണം. ആമോസ് 1, 6, 7 വാക്യങ്ങൾ. എല്ലാവരും വാക്യം എടുക്കണം. അതുകൊണ്ട് ആന്റിയോട് പറഞ്ഞു വായിപ്പിക്കുന്നത്. കർത്തർ സൊൽகிறது എന്താ പറഞ്ഞാൽ, ഗാസാവിന്റെ 3 പാദങ്ങൾ നിമിത്തമും 3-4 ഗാസാവിൻ പാദങ്ങൾ നിമിത്തം ഞാൻ അതിൽ ആക്കിനെ തിരുപ്പ മാട്ടേൻ. ഞാൻ തിരുപ്പ മാട്ടേൻ. അടുത്തത്, അവர்கள் சிறைப்பட்டவர்களை ஏதோமியரிடத்தில் ஒப்புவிக்கும்படி முழுவதும் சிறையாக்கினார்களே. അടുത്തത്, ഗാസാവിൻ മതിലുക്കുൾ തീ കൊളുത്തുവേൻ. അവിടെ നിൽക്കട്ടെ. ആന്റി ഒരു വാക്യം കൂടെ വായിക്കണം. എല്ലാവരും സാവധാനത്തെ. ഗാസ ഇസ്രയേൽ 4 പ്രാവശ്യം ആക്രമണം. 1 2003 2003, 2 2007 അന്നും കുറെ പേർ മരിച്ചു. 3 2013, 4 2020 കോവിഡ് കാലത്ത് ഗാസ ഇസ്രയേൽ. അത് കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ 5-ാമത്തെ ആക്രമണം ഗാസ ഇസ്രയേൽ. ഏതോം അഥവാ ആരാ ചെയ്തത്? ഏതോമിയർ അഥവാ 6-7 രാഷ്ട്രങ്ങൾ ഹമാസിന്റെ പിന്നിലുണ്ട്. അവർ ഇസ്രയേലിന്റെ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി. ആന്റി വായിച്ച ഒരു വാക്യമുണ്ട് അവസാനമായി, ഞാൻ ഗാസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും ഇന്ന് രാത്രി. ഇതാ നിങ്ങളുടെ ടെലിവിഷനിൽ കണ്ടു ഗാസ തീഗോളം. അത് കഴിഞ്ഞ് പത്രത്തിൽ കണ്ടു ഗാസ തീഗോളം. അതിന്റെ അരമനകൾ കത്തുന്നു. ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ നൽസെയ്തി കൂട്ടങ്ങളുടെ 2-ാമത് ഇരവ്. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി താന്നു പോകും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന വചനത്തിന് യാതൊരു മാറ്റവുമില്ല. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു.
സ്വത്രം എത്ര ക്ലിയറാ ബൈബിൾ. ഞാൻ ഗാസയുടെ മതിലിനകത്തൊരു തീ അയക്കും. അടുത്ത വായിച്ചാട്ടെ, അടുത്ത വാക്ക്. അതനുடைய അരൺമനകളെ ഭക്ഷിക്കും. അരമനകൾ, ടെലിവിഷൻ, അൽ ജസീറ, സ്കൂള്, ആശുപത്രി എല്ലാം കത്തിച്ച് കളയും. ഗാസ ഇസ്രയേൽ സംഘടന ബൈബിളിൽ എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് സമാധാനത്തിൽ പറയുന്നത്. രണ്ടാമത്തത് ഇരമ്യ ദീർഘദർശി. ഗാസ ഇസ്രയേൽ സംഘടന എല്ലാം എടുക്കണം സമാനത്തിൽ, സമയം അതുകൊണ്ടാണ് എടുക്കുന്നത്. ഇരമ്യ ദീർഘദർശി അധികാരം 47 വസന സൊൽகிறது 5, 6, 7 വാക്യങ്ങൾ. അതുക്ക് താൻ ഗാസ ഇസ്രയേൽ സംഘടന നടന്ന കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ വായിക്കാം. ആന്റി, ഗാസ മൊട്ടയടിക്കപ്പെടും. അവിടെ നിന്നാട്ട് എല്ലാരും വിചാരിക്കും മുടി മൊട്ടയടിക്കാന്ന്. അല്ല, ഹമാസിന്റെ ലീഡേഴ്സിനെ മുഴുവൻ IDF കൊല്ലും. അതിന് ഇംഗ്ലീഷിൽ ദ ടോപ്പ് മിലിറ്റൻസ് ഓഫ് ഹമാസ് കിൽഡ് ബൈ IDF. ആളിന്റെ തലമുടി വെട്ടുവെന്നല്ല, എല്ലാ ഹമാസിന്റെ ലീഡറെയും കൊല്ലുവെന്ന്. സ്വത്രം. അതുകൊണ്ട് ഹമാസിന്റെ മുഴുവൻ ലീഡറെ കൊന്നു കഴിഞ്ഞു. ഗാസ മൊട്ടയടിക്കപ്പെടും. ദ ടോട്ടൽ കമാൻഡേഴ്സ് ഓഫ് ഹമാസ് കിൽഡ് ബൈ IDF. ഇറാനിൽ പോയിരുന്നവനെ അവന്മാർ കൊന്നു കളഞ്ഞു. അത്ര ഖത്തറിയിരുന്നവന്റെ മണ്ടയ്ക്കും കൊടുത്തു. ഗാസ മൊട്ടയടിക്കപ്പെടും. അടുത്തത് അവരുടെ പള്ളത്താക്കിലെ മീതിയാകിയ അസ്കലോൻ സംഹാരമാകും. അസ്കലോൻ സംഹാരമാകും. അടുത്തത് നീ എന്ത മട്ടുംതാൻ ഉന്നെ കീറിക്കൊള്ളുവായി. അടുത്തത് അവിടെ നിൽക്കട്ടെ, അഷ്കലോൻ. ഇവിടെ തമിഴ് മക്കൾ എല്ലാവരും കേൾക്കണം. ഇത് വന്ന് കേരള തമിഴ്നാട് ബോർഡർ. அந்த കേരളத்துக்குള്ള 4 സ്ഥലം இருக்குது. 1 പാറശാല, 2 പളുകൽ, 3 കന്നുമാമൂട്, 4 നിലമാമൂട്, 5 കാരക്കോണം. അതെല്ലാം കേരളത്തിന്റെ സൈഡിൽ ഇരിക്കുന്നത്. പക്കത്ത് തമിഴ്നാട്ടിൽ വന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ എവിടെ ഇരിക്കുന്നു? അമ്പലക്കാല, മുക്കൂട്ടുകല്ല്, മഞ്ഞാലിമൂട്, അത് കഴിഞ്ഞ് മേൽപ്പാല, മേൽപ്പുറം. ഇതെല്ലാം തമിഴ്നാട് പക്കം. സന്തോഷമില്ലല്ലോ. നിങ്ങൾ ചൊവ്വായിന്ന് വന്നുകൊണ്ട് ഈ സ്ഥലമൊന്നും അറിയത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി കേരളത്തിന്റെ ഒരു ബോർഡർ അങ്ങനെ ഇരിക്കുന്നു, തമിഴ്നാടിന്റെ ഒരു ബോർഡർ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദാണ്ടെ ഗാസയോട് ചേർന്ന് ഇസ്രയേലിന്റെ 5 ബോർഡർ ഉണ്ട്. 1 ആഷ്കലോൺ, 2 അഷ്തോദ്, 3 കിര്യാത് ഘട്ട്, അത് കഴിഞ്ഞിട്ട് 4ാമത് വരുന്നത് ലൂദ്, 5 ബേർഷബ. ഇത്രയുമാ ഗാസയുടെ ചേർന്നുള്ള ബോർഡർ. അഷ്കലോൺ ശൂന്യമാകും. ആന്റി വായിച്ചത് ഗാസയുടെ അക്രമ നിമിത്തം. ഇപ്പൊ അഷ്കലോണിൽ ആരുമില്ല, അവിടെ ചെടിത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും ഇസ്രയേൽ കൊണ്ടുപോയി. അടുത്ത വാക്കൂടെ വായിച്ചാട്ട്. കർത്തരിൻ പട്ടയമേ, കർത്തരിൻ പട്ടയമേ, എന്ത മട്ടും അമരാതിരുപ്പായ്, എന്ത മട്ടും അമരാതിരുപ്പ്, ഉറയ്ക്കുൾ തിരുമ്പി വന്ന് ഓയ്ந்து അമർന്നിரு. മതി ആന്റി, സ്വത്രം. ഇതൊരു 3ാം ലോക മകായുദ്ധമാകത്തില്ല. യഹോവയുടെ വാളേ, നീ ഉറയ്ക്കകത്ത് കടക്ക, അല്പനേരം വിശ്രമിക്കുക. എത്ര ക്ലിയർ! ഇസ്രായേൽ ഗാസ. 3ാമത്തെ പ്രവചനം എടുക്കാം. സെഫന്യ ദീർഘദർശി. എല്ലാം കേട്ടോണം. പണ്ട് കൃപാസനത്തിൽ ഇങ്ങനെയുള്ള പ്രവചനങ്ങളൊക്കെ പറയുന്ന അപ്പച്ചന്മാരുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നല്ലേ, വേറെ ഞാൻ പ്രസംഗിച്ചാണ്. സെഫന്യ ദീർഘദർശി അധികാരം 2, 4, 5, 6. സെഫന്യ ദീർഘദർശി അധികാരം 2, 4, 5, 6. ഗാസ കുടിയേറ്റ് അസ്കലോൺ പാളാകും. മതി, ഗാസ നിർജ്ജനമാകും. എല്ലാരും ഓടിപ്പോന്ന കാഴ്ച കണ്ടു. അഷ്കലോനി മിസൈൽ ഇറങ്ങി, അത് നശിക്കും. അടുത്ത വാക്ക്. അസ്തറോത്തെ പട്ടപ്പകലിലെ പറക്കടിപ്പാர்கள். അഷ്തോദിന മധ്യാഹ്നത്തിങ്കിൽ ഉച്ച സമയത്ത് ഹമാസിന്റെ ഡ്രോൺ വരുമെന്ന്. അതുകൊണ്ടാണ് ഇസ്രയേലിലുള്ള പെങ്കൊച്ചുങ്ങൾ ഈ പാറശാല മാർത്താണ്ട് എത്ര പെൺപിള്ളാരുണ്ട് എന്നോട് സംസാരിക്കുന്നത്. പാസ്റ്റർ പ്രാർത്ഥിക്കണം, ഞങ്ങൾ ബങ്കറിനകത്തേക്ക് ഓടുവാന്ന്. കെയർടേക്കേഴ്സ്, കന്യാകുമാരി എത്ര പേരുണ്ട്. അങ്ങനെയെങ്കിൽ അവര് മധ്യാഹ്നത്തിങ്കിൽ അഷ്തോദിനെ നശിപ്പിച്ചു കളയും. അടുത്ത വാക്ക്. എക്രോൻ വേരോടെ പിടുങ്ങപ്പെടും. എക്രോൻ. ഇതാണ് നമ്മള് ഇഞ്ചിവിളയാണ് കേരളത്തിന്റെ ബോർഡർ. അടുത്ത കളിക്കാവിളെ കയറുന്നത് പോലെ ഗാസയിൽ ആദ്യത്തെ ടൗണിന്റെ പേരാ എക്രോൻ, ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട്. ആദ്യ ഇസ്രായേൽ അതിനെ അടിച്ചത്. ബൈബിളും പ്രവചനം എത്ര. എക്രോൻ തീർത്ത് കത്തിച്ചു കളയും. അടുത്ത വാക്ക് വായിക്കാം. സമുദ്രക്കര കുടികളായ കീരോത്യർക്ക് അയ്യോ, പെലിസ്തരിൻ ദേശമായ കാനാനേ, കർത്തരുടെ വാർത്ത ഉനക്ക് വിരോധമായി. മതി ആന്റി, ഇതാ കിടക്കുന്ന സമുദ്ര തീര നിവാസികൾ. ജോർദാൻ, ലിബിയ, സിറിയ, ലബനോൻ, എത്യോപ്യ, സൗദി അറേബ്യ, എല്ലാ രാജ്യങ്ങളും ഈ വിഷയത്തിൽ കരയും. ഗാസ ഇസ്രയേൽ സംഘട്ടനം, സമുദ്ര തീരനിവാസികൾ. 3ാമത്തെ പ്രവചനം നിവർത്തി. 4 ഗാസ ഇസ്രയേൽ. സെക്കരിയ ദീർഘദർശി അതിന്റെ അധികാരം 9, അതുക്കുള്ള 5, 6. ഗാസ ഇസ്രയേൽ. ഗാസ ഇസ്രയേൽ സെക്കരിയ ദീർഘദർശി അധികാരം 9, 5, 6. കർത്തൃദാസി വായിക്കണം. അസ്കലോൻ അതെ കണ്ട് ഭയപ്പെടും. ഈ 48 ഇസ്രയേൽ സാന്ദ്രമായ
ഇതുവരെ ഞാൻ അവർ കരഞ്ഞിട്ടില്ല. അവർ കരയുന്ന കാഴ്ച അഷ്കലോൻ അത് കണ്ട് ഭയപ്പെടും. അടുത്ത ഗാസാവും அதை കണ്ട് മിகவும் ദുഃഖിക്കും. ഗാസാവും അഷ്കലോൻ അസ്തോദ്. അടുത്തത് വായിക്കാം. എക്രോനും തൻ നമ്പിക്കൈ അറ്റുപോനപടിയാൽ ഗാസയുടെ പ്രത്യാശ മുഴുവൻ പോവും. ഇന്ന് നാം ഇവിടെ ഇരിക്കുമ്പോൾ 83,000 പേർ ഗാസയിൽ മരിച്ചു വീണു. ദാ കിടക്കുന്നു അന്ത്യകാലം. ബൈബിളെല്ലാം ക്ലിയർ ആയില്ലയോ? അവിടെ തീർന്നില്ല യുദ്ധം, അവിടെ തീർന്നില്ല. നമ്പർ 1 ഗാസ, നമ്പർ 2 ലെബനോനെ ഇസ്രയേൽ ആക്രമിക്കും. ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക. ഈ കൺവെൻഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ലെബനോനെ അടിക്കുന്നു. ബൈബിളിലുണ്ടോ ലെബനോനെ ഇസ്രയേൽ ആക്രമിക്കും? എടുക്കാം. അതേ സക്കരിയ ദീർഘദർശി അധികാരം 11 വസനത്തെ വാസിക്കരുത് 1-2 ലെബനോൻ വായിച്ചോട്ടെ. ലെബനോനെ അഗ്നി ഉൻ കേദരു മരങ്ങളെ ഭക്ഷിക്കുംപടി നിന്റെ മരങ്ങളും നിന്റെ കൊട്ടാരങ്ങളും തീക്കരയാക്കും. ഇന്ന് രാത്രി പോയി TV കണ്ടാൽ മതി. എന്നിട്ട് ഈ ബൈബിള് വിട്, ക്ലിയർ ആയിരിക്കും. അഗ്നി നിന്റെ മരങ്ങളെ കത്തിച്ചു കളയും. ലെബനോനിലെ ഏറ്റവും നല്ല ദേവദാരു മരവരിക്കുന്നത് അതെല്ലാം കത്തിക്കളഞ്ഞു. അടുത്തത് വായിക്കും. ദേവദാരു വൃക്ഷങ്ങളെ പുലമ്പുകൾ അതാ ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രി മൊബൈൽ നോക്കിയാൽ മതി, ഈ വാക്യങ്ങളാ നടക്കുന്നത്. അടുത്തത് കേദരു മരങ്ങൾ വിളുന്നതേ, ഏതൊരു മരങ്ങൾ വിളുന്നു പോകും. പ്രബലമാനവകൾ പാഴാക്കപ്പെട്ടന. നിന്റെ നേതാക്കളെ മുഴുവൻ ഇസ്രായേൽ കൊല്ലും. ഹിസ്ബുള്ളയുടെ കമാൻഡർ വീട്ടിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ ഡ്രോൺ വന്ന് അവനെ കൊന്നുകളഞ്ഞു. നിന്റെ നേതാക്കൾ ബാശാനിലെ കൂറ്റന്മാരുടെ നിലവിളി ഉയരും. വളരെ ക്ലിയർ. ഇപ്പൊ 2 രാജ്യത്തെ അടിയായി. ഇറാന് വരെ കേട്ടോണം. ഇറാന് വരുന്നവരെ അടിയുണ്ട്. ഇത് സ്റ്റാർട്ടായതേ ഉള്ളു. നാഗർകോവിൽ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് എടുത്തതേ ഉള്ളു. ബാലരാമപുരം ആയതേ ഉള്ളു. സ്വത്രം ഇത് അങ്ങോട്ട് പോകാൻ പോവാ. അങ്ങനെയെങ്കിൽ ലെബനോൻ കഴിഞ്ഞാൽ അടുത്തതാരാം? സിറിയ ഇസ്രായേൽ ആക്രമിക്കുമോ? യെശയ്യാ ദീർഘദർശി അധികാരം 17 വസനത്തെ വാസിക്കരുത് 1-2 ഈ സിറിയോട് ചേർന്ന് ഇറാന്റെ മതിലുകളെ അവൻ കത്തിച്ചു കളയുമെന്ന് എഴുതിയിട്ടുണ്ട്. അതാ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇസ്രായേൽ സിറിയനെ അടിച്ചു, ഇറാനെ അടിച്ചു. ആന്റി വായിച്ചാട്ടെ. ദമസ്കോസ് നഗരമായി ഇരാമൽ തള്ളപ്പെട്ട് പാളാന മൺമേടാകും. മതി, അവിടെ നിൽക്കട്ടെ. സിറിയയുടെ തലസ്ഥാനം ഡമസ്കോസ്. ഞാൻ ഡമസ്കോസിന്റെ മതിലുകളെ ഇടിച്ച് അതിനെ കൂമ്പാരമാക്കും. സിറിയ ആക്രമിക്കുന്നതിനോടൊപ്പം ഇറാന്റെ ഒരു സ്ഥലമായി ടെഹ്റാൻ, ആ ടെഹ്റാന്റെ മലേനെ അടിക്കുമെന്ന് അടുത്ത വാക്യം കൂടെ ഉണ്ട്. ആന്റി വായിച്ചാട്ടെ. അടുത്ത പട്ടണങ്ങൾ പാളായി വിടപ്പെട്ടു. മതി ആന്റി. ആരോവർ ഇന്നത്തെ ഇറാന്റെ പർവ്വതനിരയെ പ്രഖ്യാപിക്കുന്നത്. ഇറാൻ രാഷ്ട്രമല്ല, ഇറാനോട് ചേർന്ന് നടക്കുന്ന പർവ്വതനിരയുടെ പേരാ പഴയ നിയമം ആരോവർ. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ അടിച്ച സംഭവം ഇതെല്ലാം കാണുന്നത്. അടുത്തത് പിന്നെ ഇനി ആരെ അടിക്കും? യമൻ. ആമോസ് ദീർഘദർശി. ഈ അടിച്ച കാര്യങ്ങളെല്ലാം ബൈബിളിലുണ്ട്. ആമോസ് ദീർഘദർശി ആന്റി വായിക്കണം. 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. യമനെ അടിക്കുവോ? വായിക്കാം. യമൻ ആമോസ് 1:12. ആന്റി ഒന്ന് വായിച്ചാട്ടെ. ഞാൻ തേമാനിലെ തീ കൊളുത്തുവേൻ. മതി. തേമാന പഴയ നിയമത്തിലെ ഇന്നത്തെ യമനിലെ ഉദൈബ തുറമുഖത്തായി ഇസ്രായേൽ അടിച്ച എണ്ണ ടാങ്കിന് വലിയ പ്രശ്നമാ. തേമാനിൽ ഞാനൊരു തീ അയക്കും. ഈ സമയത്ത് ഒരു സംഭവം നടന്നു. ഒരു കാര്യം ചെയ്തു. ഇന്നത്തെ സിറിയയിലെ രാജാവ് സ്ഥലം വിട്ട് ഓടിപ്പോയി. റഷ്യയിൽ അഭയം തേടി. എന്തിനു വേണ്ടി? സിറിയയിലെ രാജാവ് ഓടിപ്പോയി. പറയാം, അന്തിക്രിസ്തു സിറിയയിൽ നിന്ന് എഴുന്നേറ്റ് വരണം. അതുകൊണ്ട് സിറിയയിലെ രാജാവ് ഓടിപ്പോകും. ബൈബിളിനകത്തുണ്ടോ? എല്ലാം ഉണ്ട്. ആമോസിന്റെ പ്രവചനം 1-ാം അധികാരം അഥവാ ആമോസ് ദീർഘദർശി അധികാരം 1 വാസിക്കരുത് 15-ാമത് വചനം വായിച്ചാട്ട്. ആമോസ് 1:15. അവരുടെ രാജാവും അവനുடைய അധിപതികളും സിറൈപ്പെട്ടു പോവാர்கள் என்று கர்த்தர் சொல்லுகிறார். മതി, പ്രവാസത്തിലേക്ക് പോകുമെന്ന്. പോയി, സിറൈപ്പെട്ടു പോയി. ബാഷർ എന്ന ഭരണാധികാരി റഷ്യയിലേക്ക് ഓടിപ്പോയി. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ പത്രത്തിൽ കാണുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം, ഈ വാക്യമെങ്കിലും ഈ കൺവെൻഷൻ നിങ്ങൾ നോട്ട് ചെയ്യണം. ബൈബിളിനകത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലോ, ഇറാനിൽ ഒരു ഭരണകൂടം വന്ന് ഷാ ഭരണകൂടം, അതിനെ അട്ടിമറിച്ചുകൊണ്ട് ആയത്തുള്ള ഖമനിയുടെ ഷിയാ ഭരണകൂടം വന്നു. ഇറാന് നല്ല എണ്ണ സമ്പത്തുണ്ട്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അമേരിക്ക എന്തുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നു? എല്ലാവരും ഗഹനമാക്കിയിട്ടിരിക്കണം. റഷ്യ വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇറാൻ പണം കൊടുത്തു. അവരെ കൊണ്ടുവന്ന ന്യൂക്ലിയർ പ്ലാന്റുകൾ ഉണ്ടാക്കിയത്.
ആ ഇറാന്റെ പട്ടണങ്ങൾ ടെഹ്റാനുണ്ട്, ഇസ്ബഹാനുണ്ട്, ഷിറാസ് ഉണ്ട്, നദാൻസ് ഉണ്ട്, പോർട്ടോ ഉണ്ട്, മസദ് ഉണ്ട്. ഇതെല്ലാം അങ്ങോട്ട് വായിക്കണം മൊബൈലിനകത്ത്. ഇതെല്ലാം ബൈബിളിനകത്തുണ്ട്, പ്രസംഗിച്ചാൽ തീരത്തില്ല. എന്തുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു? അവർക്ക് എന്നും ഒരു ഭീഷണിയാ, കുറെ കൂടെ കാശ് കൊടുക്കും. അങ്ങനെയെങ്കിൽ അമേരിക്ക എന്തിന് ഇറാനെ ആക്രമിക്കുന്നു? ഇന്ന് ഞാൻ പറഞ്ഞത് കേൾക്കണം. ലോകത്തിൽ 5 എണ്ണ രാജ്യങ്ങൾ: 1 വെനീസുല, 2 സൗദി അറേബ്യ, 3 KNBC കുവൈറ്റ്, 4 കിടക്കുന്ന റഷ്യ, 5 ഇറാൻ. അങ്ങനെയെങ്കിൽ ഇറാനെ കിട്ടിയാൽ അമേരിക്ക രക്ഷപ്പെടും. അതുകൊണ്ട് അമേരിക്കയുടെ കടം എത്രയാണെന്നറിയാവോ? 37 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം. അതിന് $37 ട്രില്യൺ അമേരിക്ക കടത്തില്ല. അതുകൊണ്ടാ ഇവനെ ഇറാനെ പിടിക്കാൻ വരുന്നേ. നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഇറാനകത്ത് ഒരു ദ്വീപുണ്ട്, കാർഗ് എന്ന ദ്വീപ്. എല്ലാ ചെറുപ്പക്കാരും ഗഗനമായി കേൾക്കണം. അന്ത്യകാല സംഭവം, ഉലകത്തിൽ മുടിവും കടസിക്കാല ചെയ്തികൾ നിങ്ങൾ ഗഗനമായി കേട്ടിരിക്കുന്നത്. അന്ത ദ്വീപുക്ക് വന്ന് 8 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ വീതി. അവിടെ ആ ഇറാന്റെ എണ്ണ മുഴുവനും, എണ്ണ കത്തിക്കുന്ന ഗ്യാസും അത് കിടക്കുക. അതുകൊണ്ട് അമേരിക്കയുടെ പരിപാടി എണ്ണ കിട്ടിയാൽ രക്ഷപ്പെടും. അതിനുവേണ്ടി ഇസ്രായേലിനെ കൂട്ടിയതാ ഈ പ്രശ്നം. അല്ല, എല്ലാവരും ഗഗനമായി ലൈവിൽ പോണം. കഴിഞ്ഞ വർഷം ജൂൺ മാസം 12 ദിവസം ആരടിച്ചു? ഇസ്രായേൽ ഇറാനെ അടിച്ചു. അന്ന് ഈ കൊമേനിയെ കൊല്ലാമായിരുന്നു. പക്ഷേ ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാവ്, അവരുടെ പേരാ യായിർ ലാത്തിഫ്, അവർ നെതന്യാഹുവിനോട് പറഞ്ഞു കൊല്ലരുത്, കൊന്നാൽ പ്രശ്നമാവും. അദ്ദേഹത്തിന് 86 വയസ്സുണ്ട്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, തന്നെ മരിക്കട്ടെ. അന്ന് അവരവിടെ നിർത്തിയതാ. ട്രംപ് ഒരു ദുരുപായം കെണി ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞു, ഈ സമയം ഞങ്ങൾ എണ്ണ പിടിക്കാം, നിങ്ങൾ അവരെ തട്ടണം. അങ്ങനെ ഇറങ്ങിയതാ. ഇന്ന് നമ്മ അരുമயான செய்தி കൂട്ടം നടക്കുമ്പോൾ 28 നാളുകളായിരിക്കത്. എന്തുകൊണ്ട് ഇറാൻ വീഴത്തില്ല? ഇന്ന് നിങ്ങളോട് പറയാം, ഇറാൻ ഉണ്ടെങ്കിലേ അന്തിക്രിസ്തു വരത്തോള്. മനസ്സിലാകുന്നവർക്കായി വെളിപ്പാട് ദീർഘദർശിയൻ കടിതം വായിക്കണ്ട. അപ്പോൾ 10 കൊമ്പ് 7 തലയും. വെളിപ്പാട് ദീർഘദർശി അധികാരം 13 വചനം 1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലി ഗ്രീസ്, അതിന്റെ കാൽ കരടിക്കാൽ. ഇന്നത്തെ ഇറാൻ കരമുയർത്തുന്നവർക്കായി. എന്താ ബൈബിളിന്റെ പ്രവചനം? ഇറാനും ഇറാഖും തകരത്തില്ല. അതിന്റെ കാൽ കരടിക്കാൽ, അതിന്റെ വായ് സിംഹമുഖം. ആന്റി വായിക്കണ്ട. അങ്ങനെയെങ്കിൽ ഇതിന്റെ പിൻപിൽ ആന്റി ക്രൈസ്റ്റ് എഴുന്നേറ്റ് വരണം. അങ്ങനെയെങ്കിൽ കൃപാസന ജപാലയത്തിൽ ഇരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറാനെ ആക്രമിക്കുവോ? ഈ വാക്യം നിങ്ങൾ നോട്ട് ചെയ്യണം. നാളെ നാട്ടുകാരുടെ എല്ലാം പറയണം. ഇന്ന് നിങ്ങളുടെ TV-യിൽ പാർക്കുന്ന കാര്യം ഞങ്ങളുടെ ബൈബിളിൽ ഇരമ്യ പ്രവചന 49 അധികാരം 35, 36, 37 വചനം. ഇരമ്യ 49 അധികാരം 35, 36, 37. ഇറാന്റെ ആണവ പ്ലാന്റുകൾ മുഴുവൻ തകരും. അന്ത്യകാലം. വായിക്കാൻഡി. ഇരമ്യാവ് 49 അധികാരം 30 വചനം 35, 36, 37. എല്ലാവരും ഈ വാക്ക് കേൾക്കണം. ഇപ്പൊ നിങ്ങളുടെ പത്രത്തിലും ടെലിവിഷനും നടക്കുന്ന വാർത്ത ഏത്? സേനയിൻ കർത്തർ சொல்கிறது. വായിച്ചാട്ടെ. இதோ நான் ஏலாமின் வில்லன்னும் அவர்களுடைய பிரதான வல்லமையை முறித்து போட்டு. ഇതാ ഏലാം, ആ ഇറാൻ. ബൈബിളിനകത്ത് ഏലാം എന്ന് പറയുന്ന ഇറാനാ. അവരുടെ വില്ലൊടിക്കും, ന്യൂക്ലിയർ പ്ലാന്റുകൾ തകർക്കുമെന്ന്. ഇതാ പ്രവചനം എഴുതി വെച്ചിരിക്കുന്നത്. അവൻ വില്ലൊടിച്ചു കളയുമെന്ന്. അടുത്തത് 4 ദിശകളിൽ നിന്ന് 4 കാറ്റുകളെ ഏലാമിൻ മേൽ വരപ്പണ്ണി. 200 യുദ്ധവിമാനമാ ഒരേ സമയം ഇസ്രയേലിൽ നിന്ന് അടിച്ചത്. അമേരിക്കയുടെ ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകളാ ഇറാനെ തകർത്തത്. എത്ര ക്ലിയറാ! 4 ദിക്കിൽ നിന്ന് അവനെ ഇറാന്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എല്ലാ ദിശകളിൽ ചിതറടിപ്പേൻ. എവരെ ജനം നിലവിളിച്ചോടും. നമ്മൾ ഇന്ന് നല്ലവണ്ണം സാപ്പിട്ട് പശിച്ച് പുജിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ 1 മാസമായിട്ട് 2000 കൂടുതലും കണ്ട തീർന്നിരിക്കുന്ന ഇറാനി. എത്ര പേര് മരിച്ചെന്നറിയാമോ? ജനം ഈ കാറ്റ് കയറും. അടുത്ത വാക്ക്. ഏലാം ദേശത്തിലിருந்து തുരത്തുണ്ടവர்கள் സകല ജാതികളിലും ചിതറപ്പെടുവാர்கள். ഏലാമിൽ അനേകം പേർ ഓടിപ്പോകും. നിങ്ങൾക്കറിയാമോ? വരാത്തൊരു വാർത്തയുണ്ട്. ഇറാനി അടിപേടിച്ച് അടുത്ത രാജ്യമായിട്ട് ഇറാഖിൽ ഓടി. അടുത്ത അഫ്ഗാനിസ്ഥാനിലോട്ട് ജനം ഓടി. ബോംബ് വരുന്നെന്ന് പറഞ്ഞ് ഈ ഇസ്രായേലിന്റെ ഹെലികോപ്റ്റർ നമ്മള് മാർത്താണ്ഡത്ത് ബൈബിളിന്റെ ലഘുലേഖ ട്രാക്ട് കൊടുക്കുന്ന പോലെ ഇസ്രായേൽ ഇങ്ങനെ ട്രാക്ട് കൊടുക്കും. നിങ്ങളെ സ്ഥലം വിട്ടോളാൻ
അങ്ങനെയെങ്കിൽ ഇറാനിലെ ആൾക്കാർ ഓടുമെന്ന് എത്ര ക്ലിയറാ ബൈബിൾ. അടുത്ത വാക്ക്, நான் ஏலாமியரை அவர்கள் சத்துருக்களுக்கு முன்பாகவும் ആ அவர்கள் பிராணனை வாங்க தேடுவர்களுக்கு முன்பாகவும் கலங்க பண்ணி കിടക്കുന്ന അവരുടെ ശത്രുക്കൾ ഏലാമ്യരെ കൊല്ലും, അവർ പ്രാണന് വേണ്ടി നിലവിളിക്കും. ഇറാൻ. അടുത്ത വാക്ക്, கோபத்தின் உக்கிரமாகிய தீங்கை அவர்கள் மேல் வரப்படும். കിടക്കുന്ന ഇതാ ബങ്കർ ബ്ലാസ്റ്റർ, അമേരിക്കയുടെ ബോംബുകൾ വന്ന് കൊന്നുകളയൂന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ദാണ്ട് കപ്പലൊന്നും അവിടെ പോകുന്നില്ല. ഇറാന്റെ ഒരു വിമാനം ദാ ശ്രീലങ്ക ഇറക്കി ഇട്ടിട്ടുണ്ട്. അപ്പം കേരളത്തിലും ഉണ്ടെന്ന് പറയുന്ന കപ്പല് ദാണ്ട് ശ്രീലങ്കയുടെ തുറമുഖത്ത് കിടന്ന കപ്പലിനകത്ത് കടലിനടിയിൽ കൂടെ ബോംബിട്ട് കൊടുത്തവന്മാർ അമേരിക്കക്കാർ. എത്ര പേരാ ശ്രീലങ്കയുടെ തുറമുഖത്ത് ചത്തുപോയത്? നാവികസേന വിശാഖപട്ടണത്തിൽ നിന്ന് പോയ കുഞ്ഞുങ്ങൾ. ഇതെല്ലാം നടക്കുമെന്ന് ഇറാനെ ചൂടുമെന്ന്. അടുത്ത വാക്കുകൂടെ நான் அவர்களை நிர்மூலமாக்கும் மட்டும் ഞാൻ അവരെ നിർമൂലമാക്കും മറ്റും பட்டயத்தை அவர்களுக்கு பின்னாக அனுப்பி என் சிங்காசனத்தை ஏலாமிலே வைத்து എൻ സിംഹാസനത്തെ ഏലാമിൽ വെച്ച് அங்கிருந்து ராஜாவையும் பிரபுக்களையும் அழித்து போடுவேன் என்று கர்த்தர் சொல்லுகிறார். അവിടുത്തെ അനവധി നേതാക്കൾ കൊല്ലപ്പെടും, രാജാക്കൾ പ്രഭുക്കൾ ഇറാന്റെ കൊല്ലപ്പെടും. അപ്പാ, അമ്മ, തായേ, തകർപ്പരെ, തമ്പി, തങ്കച്ചി, இந்த നാളുകളിലെ ബൈബിൾ പഠിക്കുന്നത് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.